എന്നാലും എങ്ങനെയാണെന്നേ ഇത്രയും പഴയ കേസുകളൊക്കെ ഇങ്ങനെ ഓപ്പൺ ചെയ്ത് ആ കേസുകളൊക്കെ എടുത്ത് അതിൻ്റെ തെളിവുണ്ടാക്കി കൊലപാതകം തെളിയിക്കുക എന്ന് പറഞ്ഞാൽ വളരെ പാടാണ്. എന്നാലും ഒരു കൊലപാതകമൊക്കെ ചെയ്തിട്ട് ഇത്രയും കാലമൊക്കെ ഒളിവിൽ നിൽക്കുക എന്ന് പറഞ്ഞാൽ അതും ഭീകരമായൊരു കാര്യമാണല്ലേ. ഞാനിത് എന്താ പറയുന്നതെന്നായിരിക്കും നിങ്ങളിപ്പോൾ ചോദിക്കുന്നതല്ലേ. കഴിഞ്ഞ കുറച്ച് ദിവസമായല്ലോ ഒരാളെ, ഒരു സ്ത്രീയെ എന്താ പറയുക, കൊലപാതകം നടത്തിയിട്ട് അവരുടെ ബോഡി സെപ്റ്റിക് ടാങ്കിനകത്ത് ഒളിപ്പിച്ച് വെച്ച കഥയൊക്കെ. എന്നാൽ ഇത്രയും വർഷമായതും നമ്മുടെ കേരള പോലീസ് കണ്ടുപിടിക്കുന്നുണ്ട് എന്ന് പറയുന്ന കാര്യം ചെറിയ കാര്യമല്ല. തീർച്ചയായിട്ടും അഭിനന്ദനം അർഹിക്കുന്ന ഒരു കാര്യം തന്നെയാണല്ലേ. എനിക്കങ്ങനെ തോന്നിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ എന്തായാലും ഇത്രയും പഴയ കേസുകളായാലും അതിൽ നിന്ന് പറയുന്ന കാര്യം, എത്രയൊക്കെ തെറ്റ് ചെയ്താലും എത്രയൊക്കെ കുറ്റവാളിയായിരുന്നാലും ഒരിക്കൽ സത്യം എല്ലാം മറയും നീക്കി പുറത്ത് വരിക തന്നെ ചെയ്യും അല്ലേ. ഉറപ്പല്ലേ? നിങ്ങൾക്കങ്ങനെ തോന്നിയിട്ടില്ലേ? അങ്ങനെ നിങ്ങൾക്ക് തോന്നിയ ചില കേസുകൾ വർഷങ്ങളോളം പഴക്കം ചെന്നിട്ട് ഇങ്ങനെ കണ്ടുപിടിക്കപ്പെട്ട അധികം ശ്രദ്ധിക്കാതെ പോയ കേസുകൾ ഏതെങ്കിലുമൊക്കെ നിങ്ങൾക്കറിയാവുന്നുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റിൽ പറയണം കേട്ടോ. അപ്പോൾ കൂടുതൽ കേസുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും നമുക്കെല്ലാം അറിയാമല്ലോ, മനസ്സിലാക്കാമല്ലോ. സ്റ്റാർട്ട് ഡീലിലെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും ഒരിക്കലും കൂടെ സ്വാഗതം. ആദ്യമായിട്ടാണ് നമ്മുടെ ചാനൽ കാണുന്നത്, ഇതുവരെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ നമ്മുടെ ചാനലൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തൊക്കെ ഒന്ന് പരിഗണിക്കണം, ഒന്ന് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. കുറച്ച് നാളായി നിങ്ങളെയൊന്നും സപ്പോർട്ട് ചെയ്യുന്നില്ല. നിങ്ങളുടെയൊക്കെ സപ്പോർട്ടൊക്കെ വളരെയായിട്ട് കുറഞ്ഞു. ലൈക്ക് ചെയ്യുന്നില്ല, പലരും കമൻറ്റ് ചെയ്യുന്നില്ല. എന്താണിത്? പലരും വീഡിയോസ് പോലും കാണുന്നുമില്ല. എന്താണിത്? നിങ്ങൾ ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് കിടന്നാലോ. ഞാനിപ്പോൾ ഉള്ളത് കുഴുവേലിപ്പടി എന്ന് പറഞ്ഞ സ്ഥലത്തായിട്ട് കേട്ടോ. അപ്പോൾ ഇവിടെയായിട്ട് ഒരു വീട് വന്നിട്ടുണ്ട്, ഒരു ഉഗ്രൻ വീട്. ആ വീട് നിങ്ങളെ പരിചയപ്പെടുത്താനായിട്ടാണ് ഇന്ന് ഞാനിപ്പോൾ ഉള്ളത്. അപ്പോൾ ഇവിടെ നിന്നുള്ള ദൂരം ഞാൻ ആദ്യം പറയാം. ഇവിടെ നിന്ന് എടപ്പള്ളിയിലേക്ക് ഏകദേശം 10 കിലോമീറ്ററാണ്, 10 കിലോമീറ്റർ. ഇനി ഇവിടെ നിന്ന് തൊട്ടടുത്തായിട്ടാണ് കളമശ്ശേരി മെഡിക്കൽ കോളേജ്. കളമശ്ശേരി മെഡിക്കൽ കോളേജിലേക്ക് ഇവിടെ നിന്നുള്ള ദൂരം നോക്കുകയാണെങ്കിൽ ഏകദേശം 3 കിലോമീറ്ററോളമാണ് ഇവിടെ നിന്ന് മെഡിക്കൽ കോളേജിലേക്കുള്ള ദൂരം. അതേപോലെ തന്നെ ഇവിടെ നിന്ന് ഞാനിപ്പോൾ നിൽക്കുന്ന ഈ സ്ഥലത്ത് നിന്ന് സീപോർട്ട് എയർപോർട്ടിലേക്കുള്ള ദൂരം നോക്കുകയാണെങ്കിൽ 5 കിലോമീറ്ററാണ്. അപ്പോൾ ഇനി വേറൊരു കാര്യം പറയാം. ഇടപ്പള്ളിയിൽ നിന്ന് പൂക്കാട്ടുപടി പോകുന്ന മെയിൻ റോഡിലേക്ക് ഇവിടെ നോക്കിയാൽ ഏകദേശം 1 കിലോമീറ്റർ മാത്രമാണ് ദൂരമുള്ളത്. അപ്പോൾ ഇവിടെയായിട്ടാണ് ഈ കാണുന്ന വീട്. ഈ വീടാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ നിങ്ങൾക്കായിട്ട് പരിചയപ്പെടുത്താൻ പോകുന്നത്. 4.1 സെൻറ്റിനകത്തായിട്ട് 2100 സ്ക്വയർ ഫീറ്റുള്ള 4 ബെഡ്റൂമുള്ളൊരു ഉഗ്രം വീടിനെയാണ് നമ്മൾ ഇന്ന് പരിചയപ്പെടുത്താൻ പോകുന്നത്. അപ്പോൾ ആദ്യം ഈ ഒരു വീട് പരിചയപ്പെടുന്നതിന് മുമ്പ് ഈ ഒരു വീട്ടിലേക്ക് വരാനുള്ള വഴി നിങ്ങളെ കാണിക്കേണ്ടതുണ്ട്. അപ്പോൾ വഴിയായിട്ടുള്ള കാര്യമാണ് ആദ്യം നിങ്ങൾ കാണേണ്ടത്. അപ്പോൾ ഇതാണ് റോഡ് വരുന്നത്. നോക്കിയേ, നല്ല വീതിയുള്ള റോഡാണ് കേട്ടോ ഇവിടെ നമ്മൾക്ക് കിട്ടുന്നത്. അത്യാവശ്യം വലിയ വാഹനങ്ങൾ സുഖമായിട്ടും കയറി വരാൻ പറ്റുന്ന തരത്തിലുള്ള വലിയ റോഡ് തന്നെയാണ് ഇവിടെ കൊടുത്തേക്കുന്നത്. ഇതിനോട് തൊട്ട് ചേർന്ന് തന്നെ ഇവിടെ നമുക്ക് പുതിയ വീടുകൾ കാണാം. ഇതിൻ്റെ സൈഡിലായിട്ട് ഒരു പ്ലോട്ടുണ്ട്. ഇതിനോട് തൊട്ട് പിറകിലായിട്ട് വീടുകളുണ്ട്. ഇതിന് പുറകിലും വീടുകളുണ്ട്. അപ്പോൾ അടുത്ത വീടുകളുള്ളതാണ്. ഇതിന് ഓപ്പോസിറ്റ് സൈഡിലും ഇപ്പോൾ ലാൻഡ് കിടക്കുന്നുണ്ട്. അപ്പോൾ അതും വീടുകൾ വരാൻ പോകുന്നതും ഡെവലപ്മെൻറ്റ് നടക്കാൻ പോകുന്നതുമായിട്ടുള്ള സ്ഥലമാണ്. അപ്പോൾ അത്യാവശ്യം ആളുകളൊക്കെ താമസിക്കുന്ന തരത്തിലുള്ള ഒരു വലിയൊരു കമ്മ്യൂണിറ്റിയിൽ തന്നെയാണ് ഈ ഒരു വീട് നിൽക്കുന്നത്. അപ്പോൾ നമുക്ക് ആദ്യം ഗേറ്റും മതിലുമൊക്കെ ഒന്ന് നോക്കാം. അപ്പോൾ നമ്മുടെ മതിലിൽ നോക്കിക്കഴിഞ്ഞാൽ ഒരു ക്ലാഡിംഗ് സ്റ്റോണിൻ്റെ ഡിസൈൻ വർക്കും അതേപോലെ തന്നെ സ്ക്വയർ ട്യൂബിൻ്റെ കുറച്ച് ഡിസൈൻ വർക്കുകളും അത് 2 വേ LED ലൈറ്റുകളുമൊക്കെ നമുക്ക് മതിലിൽ കാണാം. വളരെ സിമ്പിളായിട്ടുള്ള ഡിസൈൻ വർക്കാണ് മതിലിൽ കൊടുത്തിരിക്കുന്നത്. ഗേറ്റിൻ്റെ കാര്യം പറഞ്ഞാൽ ജിയുടെ സ്ക്വയർ ട്യൂബ് വെച്ചാണ് ഗേറ്റ് നിർമ്മിച്ചിരിക്കുന്നത്. അതേപോലെ തന്നെ HPL ഷീറ്റുകൾ ഉപയോഗിച്ചിരിക്കുന്ന ആ ഒരു വുഡിൻ്റെ ഡിസൈൻ വരുന്ന ഭാഗം. പിന്നെ ഇവിടെ CNC കട്ടിങ് ഈ ഒരു ഭാഗത്തായിട്ട് കൊടുത്തിട്ടുണ്ട്. മതിലിന് പുറത്തേക്ക് സ്ലൈഡ് ചെയ്യാവുന്ന തരത്തിലുള്ള ഗേറ്റുകളെയാണ് ഇവരിവിടെ നൽകിയിരിക്കുന്നത്. അത് വീടിൻ്റെ കോമ്പൗണ്ടിനുള്ള മാക്സിമം സ്പേസിനെ നമുക്ക് കിട്ടാനായിട്ട് സഹായിക്കും. 4.1 സെൻറ്റേ ഉള്ളൂ സംഗതി. പക്ഷേ എന്നിരുന്നാലും ഉള്ള സ്പേസ് അത്ര ഉണ്ടെങ്കിലും അച്ചിലൂടെങ്കിലും സ്പേസ് നമുക്ക് സേവ് ചെയ്യണമല്ലോ. അപ്പോൾ അതിന് വേണ്ടി കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ 2 സ്മോൾ അടിക്കുന്ന സമയത്ത് ഗ്ലാസ്സിലിടുന്ന ഐസ് ക്യൂബിൻ്റെ ഡിസൈൻ കണക്കെ ഉള്ള ഒരു ഫാൻസി ലൈറ്റ് മതിലിൻ്റെ മുകളിലായിട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇവിടെ നോക്കാം. ഇവിടെയായിട്ടും ഈ ഒരു ഭാഗം ഇവിടേക്ക് തുറക്കാവുന്ന തരത്തിലുള്ള ഒരു ഗേറ്റിനെയാണ് ഇവിടെയും കൊടുത്തിരിക്കുന്നത്. അവിടെ നമുക്ക് ആ ഒരു ക്ലാഡിംഗ് സ്റ്റോണിൻ്റെ ഡിസൈൻ നമുക്ക് കാണാം. ഇവിടെയും ഫാൻസി ലൈറ്റും അതിന് ഫ്രെയിം വർക്കുകളും ഒക്കെ കൊടുത്തേക്കും നമുക്ക് കാണാം.
ഇനി ഈ ഒരു വീടിൻ്റെ ഫ്രണ്ട് എലിവേഷനിലേക്ക് നമുക്ക് പോയാൽ, അല്ലെങ്കിൽ ഒരു ഫ്രണ്ട് ലുക്കിലേക്ക് നമുക്ക് നോക്കാം. അപ്പോൾ ഒറ്റ ലുക്കിൽ നോക്കി ധാരാളം അത്യാവശ്യം LED ലൈറ്റുകളൊക്കെ കൊടുത്ത് നല്ല ഭംഗിയായിട്ട് തന്നെയാണ് ഈ ഒരു വീടിനെ അലങ്കരിച്ചിരിക്കുന്നത് എന്ന് നമുക്ക് പറയാൻ പറ്റും. ഫ്രണ്ടിലെ ആ ഒരു ബാൽക്കണി പോർഷൻ ഒരു ബോക്സിനകത്ത് കൊടുത്ത് പ്രൊജക്റ്റ് ചെയ്ത് മുൻപിലേക്ക് നിൽക്കുന്നത് കാണാൻ വളരെ മനോഹരം തന്നെ ആയിട്ടുണ്ട്. പിന്നെ കളർ കോമ്പിനേഷൻസ് ഒക്കെ നല്ല ഭംഗിയുള്ള കളർ കോമ്പിനേഷൻസ് ആണ് ഉപയോഗിച്ചിരിക്കുന്നത്. പിന്നെ ആ ഒരു എ ഷേപ്പ്, ആ ഒരു കൊളോണിയൽ സ്റ്റൈൽ വരുന്ന തരത്തിലുള്ള ആ ഒരു എ ഷേപ്പ് കൊടുക്കുകയും അതിനകത്ത് ഇഷ്ടികയുടെ ആ ഒരു ഡിസൈനിലുള്ള ടെക്സ്ചർ വർക്ക് കൊടുത്തിരിക്കുകയും ചെയ്യുന്നത് വളരെ മനോഹരമായിരിക്കുന്നു. അപ്പോൾ തന്നെ 2-way LED ലൈറ്റുകളും അതേപോലെ തന്നെ 4-way കോൺവെക്സ് LED ലൈറ്റുകളും ഒക്കെ കൊടുത്തിരിക്കുന്നു. വളരെ ഭംഗിയായിട്ട് തന്നെ കൊടുത്തിരിക്കുന്നു. എന്നാൽ ടെക്സ്ചർ വർക്കിൻ്റെ അതിപ്രസരം ഒന്നും തന്നെ നമുക്ക് കാണാനില്ല. എങ്കിൽ ഒരു കണ്ടംപററി സ്റ്റൈലിൻ്റെ കുറച്ച് ഭാഗങ്ങളൊക്കെ ആ ഒരു ബോക്സ് എലമെൻറ്റ്സ് ആയിട്ടും അതേപോലെ തന്നെ സൈഡിൽ ആ ഒരു നമ്മുടെ ബാൽക്കണിയുടെ ഒരു സൈഡിലായിട്ട് ഒരു പർഗോള ഡിസൈനൊക്കെ സ്ക്വയർ ട്യൂബ് ചെയ്തിരിക്കുന്നത് നമുക്ക് കാണാൻ പറ്റും. ഏറ്റവും മുകളിലെ പാരപ്പറ്റിൻ്റെ മുകളിലേക്ക് നമുക്ക് നോക്കിയാൽ അവിടെയും ആ ഒരു സ്ക്വയർ ട്യൂബിൻ്റെ ഡിസൈൻ വർക്കുകളും അവിടെ LED ലൈറ്റുകളും ഒക്കെ കൊടുത്തിരിക്കുന്നത് നമുക്ക് കാണാം. എല്ലാം സ്പോട്ട് LED ലൈറ്റുകളാണ്. വാം കളർ ടോണുള്ള LED ലൈറ്റുകളാണ് മൊത്തത്തിൽ നൽകിയിരിക്കുന്നത്. ചുരുക്കം പറഞ്ഞാൽ ഫ്രണ്ട് ലുക്ക് ഒരു രക്ഷയില്ല, സംഗതി നൈസാണ്, സൂപ്പറാണ് എന്ന് തന്നെ നമുക്ക് പറയാം കേട്ടോ. 2100 സ്ക്വയർ ഫീറ്റ് ഉണ്ട്, 4 ബെഡ്റൂമുണ്ട്. തീർച്ചയായിട്ടും അങ്ങനെ കണക്ക് കൂട്ടുമ്പോൾ നിങ്ങൾക്ക് ഈ വീടെടുക്കാം. വിലയൊക്കെ നമുക്ക് പതിയെ പറയാം, ആദ്യം ബാക്കിയൊക്കെ കാണാം. നമുക്ക് കോമ്പൗണ്ടിലേക്ക് കയറാം. അപ്പോൾ കോമ്പൗണ്ടിലേക്ക് വന്നു കഴിഞ്ഞാൽ കടപ്പക്കല്ലുകളാണ് ഇവിടെ ഉപയോഗിച്ചിരിക്കുന്നത്. ഇടഭാഗത്ത് നോക്കി കഴിഞ്ഞാൽ പ്ലാസ്റ്റിക്കിൻ്റെ പുല്ലുകളൊക്കെ കൊടുത്ത് വളരെ മനോഹരമായിട്ട് തന്നെയാണ് ഈ ഒരു ഭാഗത്തേക്ക് കൊടുത്തിരിക്കുന്നത്. ഇവിടെയായിട്ട് നമുക്ക് അത്യാവശ്യം വലിയൊരു SUV വാഹനം സുഖമായിട്ടും പാർക്ക് ചെയ്യാം. ഒരു ഇന്നോവ സൈസ് ഒരു വാഹനം സുഖമായിട്ടും പാർക്ക് ചെയ്യാൻ പറ്റും. അതിനുള്ള സ്പേസ് ഈ ഒരു കവേർഡ് കാർ പാർക്കിംഗ് നമുക്ക് തരുന്നുണ്ട് കേട്ടോ. അതേപോലെ തന്നെ തൂണുകളിലേക്ക് നോക്കിയാൽ ഇവിടെയായിട്ട് നല്ല ക്ലാഡിങ് സ്റ്റോൺസ് വെച്ച് നമ്മൾ മതിൽ കണ്ടില്ലേ, സെയിം അതേപോലെ തന്നെ ആ ഒരു ക്ലാഡിങ് സ്റ്റോൺസ് വെച്ചുള്ള ഡിസൈനാണ് ആ ഒരു തൂണിൽ കൊടുത്തേക്കുന്നത്. ഇവിടെയായിട്ട് കിണറിൻ്റെ സ്ഥാനം ഈ ഒരു ഭാഗത്തായിട്ടാണ് കിണറിൻ്റെ സ്ഥാനം കൊടുത്തേക്കുന്നത്. പിന്നെ ഈ വീട് ഫേസ് ചെയ്ത് നിൽക്കുന്നത് ഞാൻ പറയാം, ഈ വീട് സൗത്ത് ഡയറക്ഷനിലേക്കാണ് ഫേസ് ചെയ്ത് നിൽക്കുന്നത്. അപ്പോൾ ഇവിടെയായിട്ടാണ് കിണറിൻ്റെ സ്ഥാനം. ഇനി ഇത് കൂടാതെ തന്നെ KW വാട്ടർ കണക്ഷൻ തൊട്ട് മുൻവശം വരെ വന്നിട്ടുണ്ട്. നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇനി കിണർ വെള്ളം വേണ്ട, അതുകൂടെ വേണമെന്നുണ്ടെടുക്കാം. പക്ഷേ ഇവിടുത്തെ കിണർ വെള്ളം അത്യാവശ്യം നല്ല വെള്ളം തന്നെ കേട്ടോ, കുഴപ്പമൊന്നുമില്ല. ഇനി ഇവിടെയായിട്ട് നമുക്കൊരു ചെറു വാഹനം കൂടെ ഇപ്പോൾ ഉള്ള വാഗണറോ അല്ലെങ്കിൽ അത്തരത്തിലുള്ള ഒരു കുഞ്ഞു വാഹനം കൂടെ പാർക്ക് ചെയ്യാനുള്ള ഒരു സ്പേസ് വേണമെങ്കിൽ നമുക്ക് ഈ ഒരു ഭാഗത്തായിട്ട് കിട്ടും. അങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ 2 വാഹനങ്ങൾ സുഖമായിട്ടും ഈ ഒരു വീടിൻ്റെ കോമ്പൗണ്ടിനുള്ളിൽ നമുക്ക് പാർക്ക് ചെയ്യാനായിട്ട് പറ്റും. ഇവിടേക്ക് വന്നു കഴിഞ്ഞാൽ വീടും ചുറ്റുമതിലുമായിട്ട് ഏകദേശം ഇത്രത്തോളം ഗ്യാപ്പാണ് ഈ ഒരു ഭാഗത്തുള്ളത്. ഇവിടെയായിട്ടാണ് മീറ്റർ ബോക്സിൻ്റെ സ്ഥാനം ഈ ഒരു ഭാഗത്തായിട്ടാണ് വരുന്നത്. ഇവിടം വരെ ഈ ഒരു കടപ്പക്കല്ലുകൾക്ക് സ്ഥാനമുള്ളൂ. ഇവിടെയായിട്ടെല്ലാം ചെറിയ ബേബി മെറ്റലുകളാണ് സ്ഥാനം പിടിച്ചിരിക്കുന്നത്. ഇനി വേറൊരു കാര്യം, ഗാർഡൻ വളരെ അത്യന്താപേക്ഷികമായ കാര്യമാണ്. ഗാർഡൻ ഈ ഒരു ഭാഗത്തായിട്ട് നല്ലൊരു കുഞ്ഞ് ഗാർഡൻ സ്പേസിനെ ഇവർ ഒരുക്കിയിരിക്കുന്നത് നമുക്ക് കാണാൻ പറ്റും. അത്യാവശ്യം നല്ല ഭംഗിയുണ്ട് ആ ഒരു ഗാർഡൻ കാണുവാനായിട്ട്. ഇനി ഇവിടെയായിട്ടാണ് സിറ്റ് ഔട്ടിൻ്റെ സ്ഥാനം. സിറ്റ് ഔട്ട് എന്ന് നോക്കിക്കഴിഞ്ഞാൽ ഒരുപാട് വലിയ സിറ്റ് ഔട്ടല്ല, ഒരു ചെറിയ സിറ്റ് ഔട്ടാണ് കേട്ടോ. അപ്പോൾ ഒരു കസേര ഇടാനുള്ള അങ്ങനെയുള്ള സ്പേസ് ഒന്നും സിറ്റ് ഔട്ടിന് ഉള്ളതായിട്ട് നിങ്ങൾ പ്രതീക്ഷിക്കേണ്ട. ജസ്റ്റ് ഒരു പാസേജ് ആയിട്ട് തന്നെ വേണമെങ്കിൽ നമുക്ക് ഈ ഒരു സിറ്റ് ഔട്ടിനെ കണക്കൂട്ടിയെടുക്കാനായിട്ട് പറ്റും. ഇവിടെയും കൊടുത്തിരിക്കുന്നത് നമ്മൾ നേരത്തെ കണ്ട പോലെ തന്നെ ആ ഒരു ക്ലാഡിങ് സ്റ്റോൺസ് വെച്ചുള്ള ഡിസൈൻസാണ് വരുന്നത്. ഇനി ഇവിടെയായിട്ടാണ് മെയിൻ ഡോർ. അപ്പോൾ തടികളുടെ കാര്യങ്ങൾ നമ്മൾ ആദ്യം തന്നെ പറയേണ്ടതുണ്ട്. ആഞ്ഞിലി മഹാഗണി മരങ്ങളാണ് ഇവിടെ തടികൾക്കായിട്ട് ഉപയോഗിച്ചിരിക്കുന്നത്. മെയിൻ ഡോർ നോക്കിയാൽ അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ ആ ഒരു ഒറ്റ പാളിയിൽ തന്നെ തുറക്കാവുന്ന തരത്തിലുള്ള ഒരു ഡോറിനെ കൊടുത്തിട്ടുണ്ട്. പിന്നെ ആ ഡോറിൻ്റെ ഹാൻഡിൽ എടുത്ത് പറയേണ്ട ഒരു കാര്യം, അത് നോക്കിയേ എന്ത് നല്ല നീളത്തിലാണ് ആ ഡോർ ഹാൻഡിൽ കൊടുത്തിരിക്കുന്നത്. ആ ഒരു വെർട്ടിക്കൽ വരുന്ന ഒരു ഡിസൈനൊക്കെ വളരെ ഭംഗിയായിട്ടുണ്ട്. വളരെ സിമ്പിൾ ഡിസൈനിലായിട്ട് കൊടുത്തിരിക്കുകയാണ് മെയിൻ ഡോർ. ഇനി നമുക്ക് ഉള്ളിലേക്ക് കയറാം. വാവ്, കയറി വരുന്നത് നമ്മുടെ ലിവിങ് ഏരിയയിലേക്കാണ്. സത്യം പറഞ്ഞാൽ നമ്മുടെ വീടിൻ്റെ ഉള്ളിലേക്ക് കയറി വരുമ്പോൾ തന്നെ അത്യാവശ്യം നല്ല ഒരു പ്ലസൻ്റ് ആയിട്ടുള്ളൊരു മൈൻഡ് നമുക്ക് ഉണ്ടായി കഴിഞ്ഞാൽ, വീട് നമുക്ക് തന്നു കഴിഞ്ഞാൽ വളരെ നല്ല കാര്യമാണ്. ഈ വീട് അത് തരുന്നുണ്ട് കേട്ടോ. കയറി വരുമ്പോൾ തന്നെ നല്ലൊരു പോസിറ്റീവ് വൈബ് തരുന്നുണ്ട്. അത് കയറി വരുമ്പോൾ തന്നെ ഇവിടുത്തെ കൊടുത്തിരിക്കുന്ന കളർ കോമ്പിനേഷനുകളുടെയും LED ലൈറ്റുകളുടെയും ഒക്കെ പ്രത്യേകതയാണെന്ന് വേണമെങ്കിൽ ഞാൻ നിങ്ങളോട് പറയും. ഇവിടെയായിട്ട് കൊടുത്തിരിക്കുന്ന ഈ ഒരു TV യൂണിറ്റ് ഏരിയ മൾട്ടിവുഡിലാണ് ഈ ഒരു ഡിസൈൻ വർക്കുകൾ ചെയ്യുന്നത്. ബാക്ക്ഡ്രോപ്പ് LED ലൈറ്റുകൾ കൊടുത്തിരിക്കുന്നു. ഗ്രേ കളറും വുഡിൻ്റെ ഒരു കളറോട് വരുന്ന ഒരു കളർ കോമ്പിനേഷൻ മിക്സിൽ അത് ചെയ്തിരിക്കുന്നു. വളരെ ഭംഗിയായിട്ടാണ് ചെയ്തിരിക്കുന്നത്. TVയുടെ മറ്റു ഉപകരണങ്ങൾ വെക്കുന്ന ഭാഗത്തുണ്ട്. ധാരാളം സ്റ്റോറേജ് സ്പേസുകൾ താഴ്ഭാഗത്തായിട്ട് കൊടുത്തിട്ടുണ്ട്. അതേപോലെ തന്നെ ഇൻഡോർ പ്ലാന്റുകൾ, സംഗതി ഇപ്പോൾ പ്ലാസ്റ്റിക് പ്ലാന്റ്സ് ആണ് ഇവിടെ വെച്ചേക്കുന്നതെന്നുണ്ടെങ്കിലും നിങ്ങൾക്ക് വേണമെങ്കിൽ നല്ല ഒന്നാന്തരം ഇൻഡോർ പ്ലാന്റുകൾ വെച്ച് ഈ ഒരു ഏരിയ കുറച്ചുകൂടെ മനോഹരമാക്കി എടുക്കാനായിട്ട് പറ്റും. അതിനുള്ള സ്ഥല സൗകര്യമുണ്ട്. പിന്നെ ഇവിടെ നോക്കിയാൽ 2 ഒറ്റപ്പാളികളുടെ ജനാലകൾ കൊടുത്തിരിക്കുന്നു. ജനാലകൾക്ക് ഫ്രെയിം വർക്ക് മൾട്ടിവുഡിൽ ചെയ്തിരിക്കുന്നു. ഈ ഒരു ഭാഗത്തായിട്ട് ഇവിടെയായിട്ടും 3 പാളികളുടെ ജനാലകൾ കൊടുത്തിട്ടുണ്ട്. അതേപോലെ നോക്കിയേ ഈ ഒരു ഫാൻസി ലൈറ്റ് നോക്കിയേ, കൊള്ളാം അല്ലേ?
നല്ല ഭംഗിയുള്ള ഒരു ഫാൻസി ലൈറ്റ് കേട്ടോ. കുറച്ച് ക്രിസ്റ്റൽസ് കാര്യങ്ങളുമൊക്കെ ഉൾപ്പെടുത്തിയിട്ടുള്ള നല്ലൊരു ഫാൻസി ലൈറ്റിനെ അവിടെ കൊടുത്തിട്ടുണ്ട്. ഇനി ഇവിടെ ഈ ഒരു കോർണറിലേക്ക് നോക്കാം. നമുക്കിവിടെ കോർണർ സെറ്റ് ഇടാൻ പറ്റും. ഏകദേശം 4-5 പേർക്കൊക്കെ സുഖമായിട്ടും ഇരിക്കാൻ പറ്റുന്ന തരത്തിലുള്ള ഒരു കോർണർ സെറ്റ് ഇവിടെ നമുക്ക് പ്ലേസ് ചെയ്യാൻ പറ്റും. അതിനുള്ള സ്ഥല സൗകര്യം ഈ ഒരു ഭാഗത്തായിട്ട് നമുക്ക് കിട്ടുന്നുണ്ട്. പിന്നെ സെൻട്രലായിട്ട് നല്ലൊരു ടീപ്പോയും കൂടെ ഇടാൻ പറ്റും. അതിനുള്ള ഒക്കെ സ്പേസ് ഇവിടെ നമുക്ക് കിട്ടുന്നുണ്ട്. ഫ്ലോറിലെ ടൈലുകൾ നോക്കാം, നല്ല വൈറ്റ് കളറിലുള്ള വലിയ ടൈലുകൾ തന്നെ വരുന്നത്, ഗ്രേ കളറിലെ ഡിസൈൻസ് വരുന്ന അപ്പോക്സിയൊക്കെ ചെയ്തിരിക്കുന്ന നല്ല ടൈലുകൾ നമുക്ക് കിട്ടുന്നുണ്ട്. പിന്നെ ഈ ഒരു ഭാഗത്തേക്ക് ഈ ഒരു ലിവിങ് ഏരിയയുടെ ഈ ഒരു ഭാഗത്തായിട്ട് അല്പം ഉള്ളിലേക്ക് കയറി നിൽക്കുന്ന ഒരു ഭാഗം കൂടെ ഇവിടെയുണ്ട്. അപ്പോൾ ഈ ഒരു ഭാഗത്തായിട്ട് ഇവിടെയായിട്ട് ഒരു പാർട്ടീഷൻ വർക്കാണ്. ഈ ഒരു പാർട്ടീഷൻ്റെ ഇപ്പുറത്തെ വശത്തേക്ക് നോക്കിക്കഴിഞ്ഞാൽ ഇവിടെയായിട്ട് നമുക്ക് ഇൻഡോർ പ്ലാന്റുകളൊക്കെ വെക്കാൻ പറ്റും. അതിനകത്ത് വേണേൽ ഫോട്ടോ ഫ്രെയിംസും മറ്റു കാര്യങ്ങളൊക്കെ വെക്കാൻ പറ്റും. ഇവിടെ LED ലൈറ്റുകൾ കൊടുത്തേക്കുന്നുണ്ടോ? അപ്പോൾ അത്തരത്തിലുള്ള സൗകര്യങ്ങളെല്ലാം ഇതിനകത്ത് ചെയ്തിട്ടുണ്ട്. ഇനി നിങ്ങൾ നിങ്ങളുടെ ദൈവങ്ങളെയൊക്കെ ആരാധിക്കുന്ന ആളുകളാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ദൈവങ്ങളെ ആരാധിക്കാൻ വേണ്ടിയിട്ടൊരു സ്പേസ് ആയിട്ട് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു സ്പേസിനെ വേണമെങ്കിൽ നിങ്ങൾക്ക് കൺസിഡർ ചെയ്യാനായിട്ട് പറ്റും. പിന്നെ ഇവിടെയായിട്ട് ഒരു 2 പാളികളുടെ ജനാല കൊടുത്തിട്ടുണ്ട്. ഫ്രഞ്ച് വിൻഡോ ആണ് കൊടുത്തേക്കുന്നത്. ഇത് സിറ്റ് ഔട്ടിലേക്ക് തുറക്കുന്ന ജനാലയാണ് ഇവിടെ വരുന്നത് കേട്ടോ. അപ്പോൾ നമ്മൾ ഏകദേശം ലിവിങ് ഏരിയ കണ്ടു. ഇനി ലിവിങ് ഏരിയയിൽ നമുക്ക് കാണാനുള്ളൊരു കാര്യം നമ്മുടെ സീലിംഗ് വർക്കാണ്. സീലിംഗിലേക്ക് നോക്കി, ആ ഒരു 3D ആയിട്ടുള്ള പ്രൊജക്റ്റ് ചെയ്ത് നിൽക്കുന്ന തരത്തിലുള്ള ഒരു ഡിസൈൻ വർക്ക് കൊള്ളാമല്ലേ? ആ ഒരു സെൻറ്റർ ഭാഗത്ത് കൊടുത്തിരിക്കുന്ന ആ ഒരു ഡിസൈൻ വർക്ക് അധികം അങ്ങനെയൊന്നും നമ്മൾ കണ്ടിട്ടില്ലാത്ത തരത്തിലുള്ള ഒരു ഡിസൈൻ വർക്കിനെ കൊടുത്തിരിക്കുന്നു. അപ്പോൾ പ്രൊഫൈൽ ലൈറ്റുകളെ കൊടുത്തിരിക്കുന്നു, സ്പോട്ട് ലൈറ്റുകളെ കൊടുത്തിരിക്കുന്നു, സ്ട്രിപ്പ് ലൈറ്റുകൾ എല്ലാം വാം കളറിലുള്ള ലൈറ്റുകളെ കൊടുത്ത് വളരെ മനോഹരമായിട്ട് തന്നെയാണ് ആ ഒരു ജിപ്സം സീലിംഗ് വർക്കിനെ ഇവരിവിടെ ചെയ്തേക്കുന്നത്. ഇനി നമുക്ക് പോകേണ്ടത് നമ്മുടെ ഡൈനിങ് ഏരിയയിലേക്കാണ്. ഡൈനിങ് ഏരിയ നോക്കിയേ, നല്ല വിശാലമായ ഡൈനിങ് ഏരിയ അല്ലേ? നല്ല സ്പേഷ്യസ്, ഞാൻ വെറുതെ പറയല്ല, നല്ല സ്പേഷ്യസ് ആയ ഡൈനിങ് ഏരിയ ആണ്. ഇവിടെ ഒരു 6-8 പേർക്കൊക്കെ ഇരിക്കാൻ പാകത്തിനുള്ള വലിയ ഡൈനിങ് ടേബിൾസ് നമുക്ക് ഇവിടെ ഇടാൻ പറ്റും. അതിനുള്ള സ്പേസ് ഇവിടെ ഉണ്ട്. ഇവിടെയായിട്ടാണ് സ്റ്റെയർ വരുന്നത്. ഈ സ്റ്റെയറിന് കീഴായിട്ട് ഇവിടെ 3 പാളികളുടെ ജനാല ഈ ഒരു ഭാഗത്തായിട്ട് വരുന്നുണ്ട്. അതേപോലെ തന്നെ ഇവിടെ അടിഭാഗത്തേക്ക് നമ്മൾ നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ അവിടെ ഇൻവെർട്ടറോ മറ്റു കാര്യങ്ങളൊക്കെ വെക്കാൻ പാകത്തിനുള്ള സ്റ്റോറേജ് സ്പേസ് അതിൻ്റെ അടിയിലായിട്ട് നമുക്ക് കിട്ടുന്നുണ്ട്. ഇനി ഈ ഒരു ഭാഗത്തായിട്ട് നമ്മുടെ ഓപ്പൺ കിച്ചൺ സ്പേസ് ആണ്. നോക്കിയേ, ഈ ഒരു വർക്ക് നോക്കിയേ, അടിപൊളി അല്ലേ? ഒന്നും പറയാനുള്ള ഒരു രക്ഷയില്ല, നല്ല സൂപ്പർ വർക്കാണ്. നമുക്ക് ആ വർക്കിലേക്ക് ഡീറ്റെയിൽ ആയിട്ട് പിന്നീട് പോവാം. ഈ ഒരു ഭാഗത്തേക്ക് നോക്കിയാൽ ഇവിടെ ചെറിയൊരു ക്രോക്കറി ഷെൽഫിന് ഈ ഒരു ഭാഗത്ത് കൊടുത്തിട്ടുണ്ട്. അതേപോലെ തന്നെ ഇവിടെയും ഇൻഡോർ പ്ലാന്റുകൾ വെക്കാനുള്ള ധാരാളം സ്റ്റോറേജ് സ്പേസുകൾ നമുക്ക് കൊടുത്തേക്ക് കാണാൻ പറ്റും. ഇവിടെയായിട്ടാണ് നമ്മളുടെ DBയുടെ സ്ഥാനം വരുന്നത്. DBയിലേക്ക് വന്നു കഴിഞ്ഞാൽ 3 ഫേസ് കണക്ഷനുള്ള വയറിംഗ് ഇവിടെ കൊടുത്തേക്ക് നമുക്ക് കാണാൻ പറ്റും. വിഗാർഡിൻ്റെയാണ് ഇവിടെ വയറിംഗ് വരുന്നത്. ലെഗ്രാൻഡിൻ്റെയാണ് ഇവിടെ ബ്രേക്കേഴ്സും മറ്റു കാര്യങ്ങളൊക്കെ കൊടുത്തിരിക്കുന്നത് കേട്ടോ. ലെഗ്രാൻഡിൻ്റെയാണ് ഈ ഒരു DBയും വരുന്നത്. ഇനി ഈ ഒരു ഭാഗത്തേക്ക് നോക്കിയാൽ ഇവിടെയായിട്ടാണ് നമ്മളുടെ വാഷ് ഏരിയ. ഈ ഒരു വാഷ് ഏരിയയുടെ ഡിസൈൻ നോക്കിയേ, ആ മുകളറ്റം മുതൽ ഇങ്ങനെ ഇറങ്ങി വരികയാണ് കേട്ടോ. ആ ഒരു ഡിസൈൻ വരുമ്പോൾ അവിടെയായിട്ട് നല്ല 2 ഹാങ്ങിങ് ലൈറ്റുകൾ കാണാൻ പറ്റും. അതേപോലെ തന്നെ കൊടുത്തിരിക്കുന്ന മിററിൻ്റെ ആ ഒരു വലിപ്പം നോക്കിയേ. സാധാരണഗതിയിൽ വീതിയുള്ള മിറേഴ്സ് നമ്മൾ കാണുന്നുണ്ട് ഇങ്ങനെ, പക്ഷേ ഇവിടെ ഇത്ര ഹൈറ്റുള്ള മിറർ അധികം ആയിട്ട് നമ്മൾ ഡിസൈൻ ഒന്നും അങ്ങനെ കണ്ടുവന്നിട്ടില്ല. ഈ ഒരു ടോപ്പിൻ്റെ കാര്യം പറഞ്ഞാൽ ഗ്രാനൈറ്റ് ആണ്, സെറയാണ് ഈ ഒരു ബേസൺ വരുന്നത്. താഴത്തായിട്ട് സ്റ്റോറേജ് സ്പേസുകൾ ആവശ്യാനുസരണം നമ്മൾക്ക് കിട്ടുകയും ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പോൾ വാഷ് ഏരിയയൊക്കെ വളരെ മനോഹരമായിട്ട് തന്നെയാണ് പ്ലേസ് ചെയ്തിരിക്കുന്നത്. ഫ്ലോറിങ്ങിൻ്റെ ടൈലുകൾ നോക്കാം. ലിവിങ് ഏരിയകളിൽ നമ്മൾ കണ്ട സെയിം കളർ ടൈലുകൾ തന്നെയാണ് ഇവിടെ ഈ ഒരു ഫ്ലോറിങ്ങിലും വരുന്നത്. ഇനി നേരെ സീലിംഗിലേക്ക് നോക്കാം. സീലിംഗിലേക്ക് നോക്കിയേ, നല്ലൊരു ജിപ്സം സീലിംഗ് വർക്ക് തന്നെയാണ് ഇവിടെ ഉപയോഗിച്ചിരിക്കുന്നത്. അതേപോലെ തന്നെ ഫോക്കസ് ലൈറ്റുകളൊക്കെ പലയിടത്തും കൊടുത്തിരിക്കുന്നത് നമുക്ക് കാണാനായിട്ട് പറ്റും. അതേപോലെ WPCയുടെ ആ ഒരു ലൂവർ ഡിസൈൻസിനെയും കൂടെ ആ ഒരു സീലിംഗിൻ്റെ ഭാഗത്തായിട്ട് ഉൾക്കൊള്ളിച്ചിരിക്കുന്നത് നമുക്ക് കാണാം. അപ്പോൾ നല്ല ഭംഗിയുള്ള ഒരു സീലിംഗ് വർക്കിനെ തന്നെയാണ് നമ്മളുടെ ഡൈനിങ് ഏരിയയിൽ ഇവിടെ നമുക്ക് കിട്ടുന്നത്. ഇനി നമുക്ക് നമ്മളുടെ കിച്ചണിലേക്ക് പോകാം. അപ്പോൾ നമ്മുടെ ഓപ്പൺ കിച്ചണിൻ്റെ ഈ ഒരു സെർവ് ഏരിയ നോക്കിയാൽ നല്ല വിശാലമായ നല്ല വലിപ്പമുള്ള ഒരു സെർവ് ഏരിയ ഇവിടെ നമുക്ക് കിട്ടുന്നുണ്ട്. അതിൻ്റെ മുൻഭാഗത്തായിട്ട് നോക്കിക്കഴിഞ്ഞാൽ LED ലൈറ്റുകളൊക്കെ വെച്ച് വളരെ മനോഹരമായിട്ട് തന്നെ ഈ ഒരു ഭാഗത്ത് ഒരുക്കിയിരിക്കുന്നു. ഇവിടെയായിട്ട് നോക്കിയാൽ നമുക്ക് ഫോട്ടോ ഫ്രെയിംസോ ഇൻഡോർ പ്ലാന്റുകളൊക്കെ വെച്ചേക്കുന്നുണ്ടോ? ഇതൊക്കെ പ്ലാസ്റ്റിക് ആണെന്നേ ഉള്ള സംഗതി. നിങ്ങൾക്ക് നല്ല ഒറിജിനൽ പ്ലാന്റ്സ് ഒക്കെ മേടിച്ചു നോക്കാം. അപ്പോൾ അങ്ങനെയൊക്കെയുള്ള ധാരാളം സ്റ്റോറേജ് സ്പേസുകൾ കിട്ടുന്നു. പിന്നെ ഇവിടെ ഹാങ് ചെയ്ത് തൂക്കിയിട്ടിരിക്കുന്ന ഡിസൈൻസും അതിലിതാ ഇവിടെ ഒരു ഡിസൈൻ വർക്ക് അതിനകത്തായിട്ട് അത്തരത്തിലുള്ള പ്ലാസ്റ്റിക് ചൊരികളെ കൊടുത്തിരിക്കുന്നു. അതും വളരെ മനോഹരമായിരിക്കുന്നു. ആ ഒരു ഡിസൈൻ നല്ല രസമുണ്ട് കാണാനായിട്ട്. അപ്പോൾ നല്ല 2 ഹാങ്ങിങ് ലൈറ്റുകളെയും ഇവിടെ കൊടുത്തിരിക്കുകയാണ് കേട്ടോ അവിടെ. അപ്പോൾ നമുക്ക് നേരെ അടുക്കളയിലേക്ക് കയറാം. അടുക്കളയിലേക്ക് കയറുന്നതിന് വേറെ കാര്യം ഇവിടെ ഞാൻ പറയേണ്ടതുണ്ട്. അടുക്കളയ്ക്കകത്തുള്ള സ്പേസ് ഒരു ഫ്രിഡ്ജും കൂടെ വന്നു കഴിഞ്ഞാൽ കൺജസ്റ്റ് ആവാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ ഫ്രിഡ്ജ് വെക്കാനുള്ള സ്പേസിനെ അവരിവിടെ കൊടുത്തേക്കുന്നത് ഈ ഒരു ഡൈനിങ് ഏരിയയുടെ ഈ ഒരു ഭാഗത്താണ്. ഒരു കാരണവശാലും നിങ്ങളുടെ സ്പേസ് കുറയില്ല. കാരണം ഡൈനിങ് ഏരിയയിൽ നല്ല സ്പേസ് ഉണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞ 8-10 പേർക്കൊക്കെ ഇരുന്ന് ആഹാരം കഴിക്കാൻ പറ്റുന്ന വലിയ ഡൈനിങ് ടേബിൾ ഇടാനുള്ള സ്പേസ് ഉണ്ട്. അതുകൊണ്ട് തന്നെ ഫ്രിഡ്ജ് അവിടെ വെച്ച് കഴിഞ്ഞാൽ ഒരിക്കലും നിങ്ങളുടെ ഡൈനിങ് ഏരിയയിലെ സ്പേസ് കുറഞ്ഞു പോകുന്നില്ല. അതുകൊണ്ട് തന്നെ
അതുമാത്രമല്ല അടുക്കളയിൽ നിന്ന് വളരെ എളുപ്പത്തിൽ നിങ്ങൾക്ക് ഫ്രിഡ്ജിലേക്ക് എത്താനും നിങ്ങൾക്ക് പറ്റും കേട്ടോ. അപ്പോൾ അടുക്കളയ്ക്കുള്ളിലേക്ക് വരാം. അടുക്കളയ്ക്കുള്ളിലേക്ക് ഒരു 3 പേർക്ക് സുഖമായിട്ട് നിന്ന് പെരുമാറുവാൻ പറ്റുന്ന വലുപ്പമുള്ള ഒരു അടുക്കള. കളർ കോമ്പിനേഷൻ നോക്കിയേ, ഒരു ഗ്രേയും ബ്ലൂ കൂടെ ചേർന്നുള്ള ഒരു കളർ കോമ്പിനേഷൻ അല്ലേ. കൃത്യമായ കളർ ആർക്കെങ്കിലും അറിയാവുന്നുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റിൽ പറയണം കേട്ടോ, എനിക്കറിയില്ല. പിന്നെ ഇവിടെ ആ ഒരു വൈറ്റ് കളറോടെ വരുന്നുണ്ട് ടൈലുകൾക്ക്. ഗ്രാനൈറ്റ് ആണ് ടോപ്പിൽ കൊടുത്തിരിക്കുന്നത്. അതേപോലെ തന്നെ ഇവിടെ സ്റ്റോറേജ് സ്പേസുകൾക്കെല്ലാം പ്രൊഫൈൽ ഹാൻഡിലുകളാണ് കൊടുത്തിരിക്കുന്നത്. ഇവിടെ 2 ഒറ്റപ്പാളികളുടെ ജനാലകൾ കൊടുത്തിരിക്കുന്നു. ഇവിടെ ആയിട്ട് നോക്കി കഴിഞ്ഞാൽ ആവശ്യത്തിന് സ്വിച്ച് പോയിന്റുകൾ നമുക്ക് കൊടുത്തേക്കുന്നത് കാണാൻ പറ്റും. പിന്നെ ഡ്രോ സിസ്റ്റംസും മറ്റുമൊക്കെ അത്യാവശ്യം നല്ല രീതിയിൽ തന്നെയാണ് ഡ്രോ സിസ്റ്റംസും മറ്റും കൊടുത്തത്. അതുപോലെ തന്നെ ആ ഒരു സ്റ്റോപ്പറൊക്കെ കൊടുത്തേക്ക് നോക്കിയേ, അതൊക്കെ നന്നായിരിക്കുന്നു കേട്ടോ. സ്ലോ സ്റ്റോപ്പറും മറ്റു കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്, കണ്ടോ, അതൊക്കെ സൂപ്പറായിട്ടുണ്ട്. പിന്നെ ഈ ഒരു ഭാഗത്തായിട്ടാണ് സിങ്കിന്റെ സ്ഥാനം. സെറയുടെയാണ് ഫിറ്റിംഗ്സ് വരുന്നത്. ഓപ്പൺ ആയിട്ടുള്ള സ്റ്റോറേജ് സ്പേസ് ഉണ്ട്. പിന്നെ ഇവിടെ ആയിട്ട് സ്ട്രിപ്പ് ലൈറ്റും ഈ ഒരു ഭാഗത്ത് കൊടുത്തിട്ടുണ്ട്. അത് ഈ ഒരു ടോപ്പിലേക്ക് വെളിച്ചത്തെ എത്തിക്കുവാനായിട്ട് സഹായിക്കുന്നുണ്ട്. ഇവിടെ ആയിട്ടൊക്കെ നമുക്ക് സ്റ്റോറേജ് സ്പേസ് ധാരാളം കാണാൻ പറ്റും. എല്ലാം മൾട്ടിവുഡിലാണ് ചെയ്തിരിക്കുന്നത്. അതേപോലെ തന്നെ ഈ ഒരു ഡോറുകൾ എല്ലാം ഒരു ഗ്ലാസും ആക്രിലിക് ഗ്ലാസും കൂടെ ചേർത്തിട്ടാണ് ചെയ്തത്. അതുകൊണ്ട് തന്നെ അതിനൊരു ഫിനിഷിങ് നമുക്ക് കിട്ടുന്നുണ്ട് കേട്ടോ. ഒരു മിറർ ഫിനിഷ് നമുക്ക് ഈ ഒരു ഡോറുകൾക്ക് കിട്ടുന്നുണ്ട്. പിന്നെ ഈ ഒരു നമ്മളുടെ സെർവ് ഏരിയയുടെ പിറക് വശം ഇവിടേക്ക് നിങ്ങൾ വന്ന് കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും ഇത് വെറുതെ വെച്ചേക്കുന്ന സാധനം മാത്രമല്ല, ഇതിന് ഉപകാരം കൂടെ ഉണ്ട് എന്നുള്ള കാര്യം. കാരണം കൃത്യമായും തട്ടുകൾ തിരിച്ച് സ്റ്റോറേജ് സ്പേസ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ വെറുതെ ഷോയ്ക്ക് മാത്രമല്ല, മുകളിൽ മുൻഭാഗത്ത് ഒരു LED ലൈറ്റുകൾ വെച്ചേക്കുന്ന മാത്രമല്ല, ഇതിനകത്ത് ഉപകാരപ്രദമായ തരത്തിലുള്ള സ്റ്റോറേജ് സ്പേസ് നമുക്ക് കിട്ടുന്നുണ്ട്. അടുക്കളയ്ക്കകത്ത ടൈലുകളും സെയിം കളർ ടൈലുകൾ തന്നെയാണ്, വ്യത്യാസമൊന്നുമില്ല, സെയിം ഡിസൈൻ തന്നെയാണ്. ഇനി അടുക്കളയ്ക്കുള്ളിൽ ഒരു ചെറിയ കുഞ്ഞ് സീലിംഗ് വർക്കിനെ ഇവരിവിടെ കൊടുത്തേക്ക് നമുക്ക് കാണാൻ പറ്റും കേട്ടോ. ഒരു സിമ്പിൾ ഡിസൈനെയാണ് ഇവിടെ അടുക്കളയ്ക്കുള്ളിലായിട്ട് ആ ഒരു സീലിങ്ങിനകത്തായിട്ട് ഇവരിവിടെ കൊടുത്തേക്കുന്നത്. കൊള്ളാം അല്ലേ? സ്ട്രിപ്പ് ലൈറ്റുകൾ ഉപയോഗിച്ചുകൊണ്ട് സ്പോട്ട് ലൈറ്റുകളൊക്കെ വെച്ചുകൊണ്ട് തന്നെ ആ ഒരു സീലിംഗ് വർക്കിനെ ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് അടുക്കളയിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങിയാലോ. ഈ ഒരു ഡോർ തുറന്നുകൊണ്ട് നമുക്ക് അടുക്കളയിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങാം. സത്യം പറഞ്ഞാൽ ഇവിടെ വർക്ക് ഏരിയ കംപ്ലീറ്റ് ആക്കിയിട്ടില്ല കേട്ടോ. ഈ വർക്ക് ഏരിയ ഇവിടെ നീ കംപ്ലീറ്റ് ആക്കി എടുക്കണം. അത് കംപ്ലീറ്റ് ചെയ്ത് അവർ തരും കേട്ടോ. ഇവിടെ ടൈലൊക്കെ ഇട്ട് ഒരു ടോപ്പൊക്കെ അടിച്ച് ഇവർ സെറ്റ് ചെയ്തിട്ടായിരിക്കും നിങ്ങൾക്ക് തരിക. ഫുള്ളി കംപ്ലീറ്റഡ് ആക്കിയിട്ടായിരിക്കും ഈ ഒരു വീട് നിങ്ങൾക്ക് തരിക. ഈ ഒരു ഭാഗത്തേക്ക് വന്നു കഴിഞ്ഞാൽ നമ്മുടെ ആ ഒരു മീറ്റർ ബോക്സ് നമ്മൾ കണ്ടില്ലേ, ആ ഒരു ഭാഗത്തേക്ക് വേണമെങ്കിൽ നമുക്ക് എത്തിപ്പെടാനായിട്ട് പറ്റും. ആ ഒരു ഭാഗത്തൂടെ നമ്മൾ നടന്നു കഴിഞ്ഞാൽ ഇനി ഈ ഒരു വശത്തേക്ക് നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ ഇവിടെയായിട്ട് നിങ്ങൾക്കൊരു ചെറു പച്ചക്കറി തോട്ടമൊക്കെ വേണമെങ്കിൽ സെറ്റ് ചെയ്തെടുക്കാൻ പറ്റുന്ന തരത്തിലുള്ളൊരു സ്പേസ് ഇവിടെയായിട്ട് നമ്മൾക്ക് കിട്ടുന്നുണ്ട്. അതിനുള്ള അത്യാവശ്യം സ്ഥല സൗകര്യം ഈ ഒരു ഭാഗത്തായിട്ടുണ്ട്. ഇനി വർക്ക് ഏരിയ ചെയ്യുകയാണെങ്കിൽ കുറച്ചുകൂടെ എക്സ്റ്റെൻഡ് ചെയ്ത് നിങ്ങൾക്ക് ചെയ്തെടുക്കണമെന്നുണ്ടെങ്കിൽ ചെയ്തെടുക്കാനായിട്ട് പറ്റും. പിന്നെ ഇവിടെയും കൂടെ കവർ ചെയ്താൽ വീട്ടിൽ പ്രായമായ ആളുകളുണ്ട് എന്നുണ്ടെങ്കിൽ ഇവിടുത്തെ യൂട്ടിലിറ്റി സ്പേസ് മുകളിലത്തെ നിലയിലാണ്. അപ്പോൾ നിങ്ങൾക്ക് താഴെ തന്നെ വേണമെങ്കിൽ യൂട്ടിലിറ്റി സ്പേസിനെ സെറ്റ് ചെയ്യാം. അതിനുള്ളൊക്കെ സ്പേസ് ഉണ്ട്. ഇവിടെയായിട്ട് നിങ്ങൾക്ക് തുണി അലക്കി ഉണക്കി വിരിച്ച് എടുക്കാൻ പറ്റുന്ന തരത്തിലുള്ള സ്പേസ് ആക്കി ഈ ഒരു ഭാഗത്തെ നിങ്ങൾക്ക് മാറ്റിയെടുക്കാൻ പറ്റും. മുകളിലേക്ക് കയറേണ്ടതില്ല. അപ്പോൾ അതൊക്കെ വേണമെങ്കിൽ ഇവിടെ സെറ്റ് ചെയ്യാം. ഇനി ഇവിടെ മൊത്തം ബെഡ്റൂമുകൾ നമുക്ക് കാണേണ്ടതുണ്ട്. 4 ബെഡ്റൂമുകളാണുള്ളത്. അതിനകത്ത് 2 ബെഡ്റൂമുകൾ താഴത്തെ നിലയിലാണ്, 2 ബെഡ്റൂമുകൾ മുകളിലത്തെ നിലയിലും. അപ്പോൾ നമുക്ക് ബെഡ്റൂമുകളിലേക്ക് ആദ്യം കിടക്കാം. നമ്മളുടെ ഡൈനിങ് ഏരിയയിൽ വന്നു കഴിഞ്ഞാൽ ഇവിടെയായിട്ട് നമ്മുടെ വാഷ് ഏരിയയോട് ചേർന്നുകൊണ്ട് ആ ക്രോക്കറി ഷെൽഫിനോടൊക്കെ ചേർന്നുകൊണ്ട് അതിൻ്റെ ഇടയിലായിട്ട് ഈ കാണുന്ന ഡോർ തുറന്നു കഴിഞ്ഞാൽ നമ്മുടെ ആദ്യത്തെ ബെഡ്റൂമിനുള്ളിലേക്ക് കയറുകയാണ്. റെഡിമെയ്ഡ് ഡോറുകളാണ് കൊടുത്തിരിക്കുന്നത്. വൈറ്റ് കളറാണ് കൊടുത്തിരിക്കുന്നത്. നിങ്ങൾക്കൊരു ലൈറ്റ് യെല്ലോയിഷ് ആയിട്ട് ഫീൽ ചെയ്യാം. കാരണം ഇവിടെ ഫുള്ള് വാം കളറായാണ് നിങ്ങൾക്ക് ഫീൽ ചെയ്യുന്നത്. അപ്പോൾ ബെഡ്റൂമിലേക്ക് വന്നു കഴിഞ്ഞാൽ അത്യാവശ്യം നല്ല വലിപ്പമുള്ള ബെഡ്റൂമാണ്. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ എൻ്റെ ലേസർ മീറ്റർ എടുക്കാൻ മറന്നുപോയി. അതല്ലെങ്കിൽ നിങ്ങളെ ഞാൻ അളന്ന് കാണിക്കാമായിരുന്നു. എന്തായാലും നല്ല വലിപ്പമുണ്ട്. ഏകദേശം ഒരു 11-12 അടിയെങ്കിലും വലിപ്പം നമുക്ക് ഈ ഒരു ബെഡ്റൂമിൽ ആദ്യ കാഴ്ചയിൽ തോന്നുന്നുണ്ട് കേട്ടോ. ഇവിടെയായിട്ട് 3 പാളികളുടെ ജനാല ഈ ഒരു ഭാഗത്തായിട്ട് കൊടുത്തിട്ടുണ്ട്. ഇവിടെ 2 ഒറ്റപ്പാളികളുടെ ജനാലകൾ കൊടുത്തിരിക്കുന്നു. ഇവിടെയായിട്ടാണ് ബെഡ് സ്വിച്ചിൻ്റെ സ്ഥാനം. ഈ ഒരു ഭാഗത്തായിട്ട് ഡ്രസ്സിംഗ് മിറർ കൊടുത്തിട്ട് അതിന് 2 സൈഡിലായിട്ട് പ്രൊഫൈൽ ലൈറ്റുകൾ കൊടുത്തേക്കാണ്. അപ്പോൾ ഡ്രസ്സൊക്കെ ഒരിങ്ങനൊക്കെ സംഗതി കൊള്ളാം. അപ്പോൾ കറക്റ്റ് നമ്മുടെ ഫേസിലേക്ക് LED ലൈറ്റ് കൃത്യമായിട്ടും കിട്ടുന്ന തരത്തിൽ തന്നെയാണ് ആ ഒരു കാര്യത്തെ ഇവർ സെറ്റ് ചെയ്തേക്കുന്നത്. പിന്നെ ഇവിടെ കൊടുത്തേക്കുന്ന വാർഡ്രോബ് നോക്കിയേ, സാധാരണഗതിയിൽ നിന്ന് കാണുന്നതിന് വ്യത്യസ്തമായിട്ടുള്ളൊരു വാർഡ്രോബാണ്. ഒന്ന് ഫ്ലോട്ട് ചെയ്ത് നിൽക്കുന്ന തരത്തിലുള്ള ഒരു വാർഡ്രോബ്. അടിയിൽ നോക്കി ഈ ഒരു ഫ്രെയിം വർക്ക് വരുന്നതുകൊണ്ടാണ് ആ ഒരു ഡിസൈൻ. എന്തായാലും ആ ഒരു ഡിസൈൻ കൊള്ളാം, നല്ല വെറൈറ്റി ആയിട്ടുണ്ട്. അപ്പോൾ ഉള്ളിലായിട്ട് നോക്കാം സ്ഥല സൗകര്യം. കൊള്ളാലോ, അത്യാവശ്യം കുഴപ്പമില്ലാത്ത നല്ല സ്ഥല സൗകര്യമുണ്ട് വാർഡ്രോബിനകത്ത്. ഡ്രോകളും ഒക്കെ ആയിട്ട് നല്ല സ്ഥല സൗകര്യത്തിൽ തന്നെയാണ് ഈ ഒരു വാർഡ്രോബിനെ ഇവരിവിടെ ചെയ്തേക്കുന്നത്. ഈ ഒരു ഡിസൈൻ കൊള്ളാമല്ലേ, നല്ല തരക്കേടില്ലാത്തൊരു ഡിസൈൻ. ഫ്ലോറിങ്ങിൻ്റെ ടൈലുകൾ ലിവിങ്ങിലും ഡൈനിങ്ങിലും അടുക്കളയിലും ഒക്കെ കണ്ട സെയിം കളർ ടൈലുകൾ തന്നെയാണ് ഇവിടെയും വരുന്നത്. അതിൽ വ്യത്യാസമൊന്നുമില്ല. ഇനി നേരെ സീലിങ്ങിലേക്ക് നോക്കിയേ. നമ്മൾ ഡൈനിങ് ഏരിയയിൽ കണ്ടല്ലേ
ആ ഒരു WPC ആ ഒരു ലൂവർ ഡിസൈൻ വെച്ചുള്ള ആ ഒരു വർക്ക് അതേ ഡിസൈൻ പാറ്റേണിനെ തന്നെയാണ് ഇവിടെയും ഇവർ കൊണ്ടുവന്നിരിക്കുന്നത്. ജിപ്സത്തിൻ്റെ ആ ഒരു ബാക്കിയുള്ള ഭാഗം ആ ഒരു ബോർഡർ വർക്കൊക്കെ അടിപൊളി നൈസായിട്ട് ചെയ്തിരിക്കുന്നു. വാം കളർ ടോണിലുള്ള ലൈറ്റുകളാണ് മൊത്തത്തിൽ ഉപയോഗിച്ചിരിക്കുന്നത്. ഇനി നമുക്ക് നേരെ ബാത്റൂമിലേക്ക് പോവാം. ഇവിടെയായിട്ടാണ് ബാത്റൂമിൻ്റെ സ്ഥാനം. FOP ഡോസ് ആണ് ഇവിടെ ഉപയോഗിച്ചിരിക്കുന്നത്. അപ്പോൾ നമുക്ക് നേരെ ബാത്റൂമിനുള്ളിലേക്ക് കയറി കഴിഞ്ഞാൽ അത്യാവശ്യം സ്പേഷ്യസ് ആയ ബാത്റൂം. ലാസ്റ്റ് പോർഷനിലായിട്ട് ക്ലോസറ്റ് ഏരിയ. എസ്കോയുടെ വാൾ മൗണ്ടഡ് ആയിട്ടുള്ള ക്ലോസറ്റ് സെറ്റ് ആണ് ഇവിടെ ഉപയോഗിച്ചിരിക്കുന്നത്. നേരെ മുകളിലായിട്ട് എയർ വെന്റിലേഷൻ വിൻഡോയും തൊട്ട് ചേർന്ന് ഹീറ്ററിനുള്ള പോയിന്റ് നമുക്ക് കാണാം. ഏറ്റവും കൂടുതൽ സീലിംഗിലേക്ക് നോക്കിയേ, അവിടെയായിട്ടാണ് എക്സോസ്റ്റ് ഫാൻ ഇവർ പ്ലേസ് ചെയ്തിരിക്കുന്നത്. ലൂക്ക് ആൻഡ് എക്സോസ്റ്റ് ഫാൻ ആണ്. തൊട്ടേന്ന് നമുക്ക് റെയിൻ ഷവർ കാണാം. ഒരുപാട് വലിയ റെയിൻ ഷവർ അല്ല, ഒരു മീഡിയം വലിപ്പത്തിലുള്ള റെയിൻ ഷവറിനെയാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. സെറയുടെയാണ് ഈ ഒരു ഫിറ്റിംഗ്സ് എല്ലാം ഇവരിവിടെ ഉപയോഗിച്ചിരിക്കുന്നത്. ഇങ്ങനെ അറ്റത്തായിട്ടാണ് വാഷ് ബേസൺ. സെറയുടെ ബേസൺ കൊടുത്തിട്ടുണ്ട്. നേരെ മുകളിലായിട്ട് ഇവിടെ നമുക്ക് മിറർ വന്നേക്കുന്നത് നമുക്ക് കാണാൻ പറ്റും. അതേപോലെ തന്നെ LED ലൈറ്റും കൊടുത്തിരിക്കുന്നത് നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ ആദ്യത്തെ ബെഡ്റൂം നമ്മൾ കണ്ടിരിക്കുകയാണ്. ഇനി നമുക്ക് പോകേണ്ടത് രണ്ടാമത്തെ ബെഡ്റൂമിലേക്കാണ് കേട്ടോ. അപ്പോൾ വാഷ് ബേസിനോട് ചേർന്നുകൊണ്ട് തന്നെ ഈ ഒരു ഭാഗത്തായിട്ട് നമ്മുടെ രണ്ടാമത്തെ ബെഡ്റൂമിനുള്ളിലേക്ക് നമ്മൾ പ്രവേശിക്കുകയാണ്. ഇതൊരു വലിയ ബെഡ്റൂം അല്ല, ഇതൊരു ചെറിയ ബെഡ്റൂമാണ്. ഒന്നുകിൽ കുട്ടികൾക്കോ ഒക്കെ ആയിരിക്കാം ഈ ഒരു ബെഡ്റൂം അനുയോജ്യം. ഏകദേശം 9-10 സൈസൊക്കെയാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത്. അത്രയൊരു വലുപ്പം മാത്രമേ എനിക്ക് തോന്നുള്ളൂ. പക്ഷേ എക്സാക്റ്റ് അല്ല കേട്ടോ ഞാൻ ഈ പറയുന്നത്. തീർച്ചയായിട്ടും ഇവിടെ വരുമ്പോൾ നിങ്ങൾ ഈ വീട് കാണുന്ന സമയത്ത് നിങ്ങളുടെ പ്ലാൻ ഓണറോട് ചോദിക്കുക, അവരോട് അവരുടെ കയ്യിൽ നിന്ന് വാങ്ങിച്ച് കാണുക, സാക്ഷ്യപ്പെടുക തന്നെ വേണം. ഇവിടെയായിട്ട് 3 വാളികളുടെ ജനാല വരുന്നുണ്ട്. ഇത് വരുന്ന എങ്ങോട്ടേക്കാണെന്നറിയോ? നമ്മുടെ കാർ പോർച്ചിലേക്ക് തുറക്കുന്ന ജനാലയാണ് ഇവിടെ വരുന്നത് കേട്ടോ. ഇനി ഇതാ ഈ ഒരു ഭാഗത്തായിട്ട് ഇവിടെ 2 ഒറ്റപ്പാളികളുടെ ജനാല ഈ ഒരു ഭാഗത്തായിട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇവിടെയായിട്ടാണ് നമ്മുടെ വാർഡ്രോബിനെ കൊടുത്തിരിക്കുന്നത്. നമ്മുടെ ആദ്യത്തെ ബെഡ്റൂമിൽ കണ്ട മാതിരിയുള്ള ഏകദേശം ഫ്ലോട്ട് ചെയ്ത് നിൽക്കുന്ന തരത്തിലുള്ള ഒരു വാർഡ്രോബിനെ തന്നെയാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ഈ ഒരു ഭാഗത്തായിട്ട് മിററും കൊടുത്തിരിക്കുന്നത് നമുക്ക് കാണാനായിട്ട് പറ്റും. ഫ്ലോറിലെ ടൈലുകൾ സെയിം കളർ ടൈലുകൾ തന്നെയാണ്, വ്യത്യാസമൊന്നുമില്ല. ഇനി സീലിംഗിലേക്ക് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ സീലിംഗിനകത്ത് ആ ഒരു നമ്മുടെ WPC ആ ഒരു പാനൽസ് ഇവിടെയും ഉപയോഗിച്ചിരിക്കുന്നത് നമുക്ക് കാണാൻ പറ്റും. ജിപ്സം സീലിംഗ് വർക്ക് തന്നെയാണ് വരുന്നത്. നല്ല ഭംഗിയുള്ള വർക്കുകൾ തന്നെയാണ്, നീറ്റായിട്ട് തന്നെയാണ് ആ ഒരു വർക്കുകൾ ചെയ്തിരിക്കുന്നത്. ഇനി നമുക്ക് ബാത്റൂമിലേക്ക് പോവാം. ഈ ഒരു ഭാഗത്തായിട്ടാണ് ബാത്റൂമിന്റെ സ്ഥാനം. FRP ഡോസ് തന്നെ കൊടുത്തിട്ടുണ്ട്. ബാത്റൂമിലേക്ക് വന്നു കഴിഞ്ഞാൽ ചെറിയ ബെഡ്റൂമിന് ചെറിയ ബാത്റൂം എന്നാണല്ലോ, അതേപോലെ തന്നെയാണ് ഇവിടെയും കൊടുത്തേക്കുന്നത്. ഒരു ചെറിയ ബാത്റൂമാണ്. എന്തായാലും തിരക്കേടില്ലാത്ത വലുപ്പമുണ്ട്. ഇവിടെ ഫ്ലോർ മൗണ്ടായുള്ള സെറയുടെ ക്ലോസറ്റ് സെറ്റാണ് ഉപയോഗിച്ചിരിക്കുന്നത്. നേരെ മുകളിലായിട്ട് നമുക്ക് എയർ വെന്റിലേഷൻ വിൻഡോയും ഹീറ്ററിനുള്ള ഗീസറിനുള്ള പോയിന്റും നമുക്ക് കാണാൻ പറ്റും. ഇവിടെയും സീലിംഗിനകത്തായിട്ടാണ് ഇവർ നമ്മുടെ എക്സോസ്റ്റ് ഫാനിനെ പ്ലേസ് ചെയ്തിരിക്കുന്നു. ഒപ്പം തന്നെ തൊട്ട് ചേർന്നായിട്ട് നമ്മുടെ ബാത്ത് ഏരിയ കാണാൻ പറ്റും. അപ്പോൾ റെയിൻ ഷവർ കൊടുത്തിട്ടുണ്ട്. സെറയുടെ തന്നെയാണ് ഫിറ്റിംഗ്സ് വരുന്നത്. ഇങ്ങേറ്റത്തായിട്ട് നമ്മളുടെ വാഷ് ബേസൺ വരുന്നുണ്ട്. സെറയുടെ തന്നെയാണ് ബേസൺ വരുന്നത്. നേരെ മുകളിലായിട്ട് മിററും LED ലൈറ്റും നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ ചെറിയ ബെഡ്റൂമിന്റെ ബാത്റൂം ആണെന്നും കരുതി അതിന് സൗകര്യങ്ങൾ കുറച്ചിട്ടൊന്നുമില്ല. എല്ലാ സൗകര്യങ്ങളോടും കൂടി തന്നെയാണ് അതും ചെയ്തിരിക്കുന്നത്. ഇനി നമുക്ക് നേരെ മുകളിലത്തെ നിലയിലേക്കാണ് പോകേണ്ടത്. അപ്പോൾ മുകളിലത്തെ നിലയിലേക്ക് പോകാനായിട്ട് നമ്മൾ സ്റ്റെയർ നോക്കാം. സ്റ്റെയർ പൂർണ്ണമായിട്ടും ഗ്രാനൈറ്റ് ആണ് പടികൾക്ക് കൊടുത്തിരിക്കുന്നത്. ഒപ്പം തന്നെ പ്രൊഫൈൽ ലൈറ്റുകൾ ഇങ്ങനെ നമ്മളുടെ കൂടെ നടന്നു കയറി മുകളിലേക്ക് വരുന്നുണ്ട്. ഇനി കൈവരികളുടെ കാര്യം നോക്കാം. ഇവിടെ വുഡ് ഉപയോഗിച്ചിട്ടുണ്ട്. നമ്മുടെ GIയുടെ സ്ക്വയർ ട്യൂബ് ഉപയോഗിച്ചിട്ടുണ്ട്. MS ഷീറ്റിനകത്ത് CNC കട്ടിങ് വന്ന ഡിസൈൻ ഉണ്ട്. അപ്പോൾ ഒരു വെറൈറ്റി ഡിസൈനെ തന്നെയാണ് ആ ഒരു സ്റ്റെയറിൽ ഇവർ കൊണ്ടുവന്നിരിക്കുന്നത്. അതേപോലെ തന്നെ ഇവിടെ ഒരു യെല്ലോ ഷെയ്ഡിൽ കൊടുത്തിരിക്കുന്ന ഒരു ടെക്സ്ചർ വർക്ക് ഈ ഒരു ഭിത്തിയിൽ കൊടുത്തിട്ടുണ്ട്. ഈ ഒരു ഭിത്തിയിൽ നിങ്ങൾ നോക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് നല്ലൊരു പർഗോള കാണാൻ പറ്റും. ആ പർഗോളയുടെ ഇടഭാഗങ്ങളിലെല്ലാം സ്ക്വയർ ട്യൂബിന്റെ ഡിസൈൻ വർക്കുകൾ നിങ്ങൾക്ക് കാണാം. ഇവിടെ ഗ്ലാസിന്റെ വർക്കുകളൂടെ കംപ്ലീറ്റ് ആകേണ്ടതുണ്ട്. ഇതിന്റെ പിന്നിലായിട്ട് ഗ്ലാസും കൂടെ വരേണ്ടതുണ്ട്. ഒപ്പം തന്നെ ഇവിടെയായിട്ട് 4-way LED ലൈറ്റുകൾ, നല്ല ഭംഗിയുള്ള ഫാൻസി LED ലൈറ്റുകളെ അവരിവിടെ പ്ലേസ് ചെയ്തിട്ടുണ്ട്. അതേപോലെ തന്നെ ഈ പർഗോളകൾക്കിടയിലെല്ലാം LED ലൈറ്റ് ഉണ്ട്. പിന്നെ ഇവിടെ സീലിംഗിലേക്ക് നോക്കിയേ, നല്ല ഹാങ്ങിങ് LED ലൈറ്റുകൾ, വളയങ്ങളും ചതുരങ്ങളും ഒക്കെ ഇങ്ങനെ തൂങ്ങി ആടി കിടക്കുകയാണ് കേട്ടോ. അതിനകത്തൊക്കെ നല്ല ഭംഗിയുള്ള വാം കളർ ടോണുള്ള ലൈറ്റുകളുമുണ്ട്. അപ്പോൾ നല്ലൊരു ജിപ്സം സീലിംഗ് വർക്ക്, സിമ്പിൾ വർക്ക് അവിടെ കൊടുത്തിട്ടുണ്ട്. ഇനി എനിക്ക് ഈ വീട്ടിൽ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ട സ്ഥലം ഏതാണെന്ന് വെച്ചാൽ ഈ ഭാഗങ്ങളാണ്. ഒന്ന് സ്റ്റഡി ഏരിയ ഇവിടെ കൃത്യമായിട്ടും കൊടുത്തിട്ടുണ്ട്. സ്റ്റെയർ കയറി വരുമ്പോൾ തന്നെ നമ്മൾ ആദ്യം കാണുന്നത് നമ്മുടെ സ്റ്റഡി ഏരിയ ആണ്. അപ്പോൾ വീട്ടിൽ കുട്ടികളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അവരെ PC വെക്കാനായിട്ടും അല്ലെ സിസ്റ്റം വെക്കാനായിട്ട് ഒരു കോമൺ സ്പേസ് വേണം. ആ പറഞ്ഞ സ്പേസ് ഇതായിട്ടോ അല്ലെങ്കിൽ സ്റ്റഡി ഏരിയ ആയിട്ടോ അല്ലെ വർക്കിംഗ് സ്പേസ് ആയിട്ടോ ഒക്കെ കണക്കാക്കാവുന്ന ഒരു സ്പേസ് ഈ ഒരു ഭാഗത്ത് കൊടുത്ത് അവിടെ ടേബിളൊക്കെ സെറ്റ് ചെയ്തിരിക്കുന്നു. അതേപോലെ തന്നെ ഇവിടെ ഇത് പ്ലാസ്റ്റിക് ചെടികളാണ് കേട്ടോ, ഒറിജിനൽ ചെടികളൊക്കെ വെക്കാൻ പറ്റും. എന്നിരുന്നാലും അത്യാവശ്യം കുഴപ്പമില്ലാത്ത തരത്തിലുള്ള ഒരു സ്റ്റോറേജ് സ്പേസുകളും ഒക്കെ ആയിട്ട് കൊടുത്തുകൊണ്ട് ഈ ഒരു ഭാഗത്തെ അങ്ങനെ ഒരുക്കി എടുത്തിരിക്കുകയാണ്. ഇനി ഈ ഒരു ഭാഗം നോക്കിയേ, നല്ല വലിപ്പമുണ്ട് ഈ ഒരു ഭാഗത്തിന്. അപ്പോൾ കൈവരികൾ ഏകദേശം ഇവിടെ വന്നാണ് സ്റ്റെയറിൻ്റെ കൈവരികൾ വന്ന് അവസാനിക്കുന്നത്. നമുക്ക് ഇവിടേക്ക് വരാം. ഇവിടെയാണ് അപ്പർ ലിവിങ് ഏരിയ.
കറക്റ്റ് അക്ഷരാർത്ഥത്തിൽ വളരെ യൂസേജ് കിട്ടുന്ന തരത്തിലുള്ള പലരും ഇപ്പോഴത്തെ പല വീടുകൾക്കും കൊടുക്കുന്ന മാതിരി അപ്പർ ലിവിങ് ഏരിയ ഉണ്ടോ? ഉണ്ട്. അതുകൊണ്ട് ഉപയോഗം വല്ലതും ഉണ്ടോ? കൃത്യമായിട്ട് ഉപയോഗിക്കാൻ പറ്റുന്ന തരത്തിലായിരിക്കില്ല. പക്ഷേ ഇവിടെ കൃത്യമായിട്ട് ഉപയോഗിക്കാൻ പറ്റുന്ന തരത്തിൽ തന്നെ അപ്പർ ലിവിങ് ഏരിയ കൊടുത്തിരിക്കുകയാണ്. ഇവിടെ നല്ല ഭംഗിയുള്ളൊരു ടെക്സ്ചർ വർക്കിന് ഈ ഒരു ഭിത്തിയിൽ കൊടുത്തിട്ടുണ്ട്. ഒരു ഗ്രീൻ, ഒരു ഒലിവ് ഗ്രീൻ ഡിസൈനിൽ കൊടുത്തിരിക്കുന്നു. ഇവിടെയായിട്ട് നല്ല സ്റ്റോറേജ് സ്പേസ് ഈ ഒരു ഭാഗത്ത് കൊടുത്തിട്ടുണ്ട്. വലിയ ടി വി യൂണിറ്റ് ഏരിയ തന്നെയാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. താഴത്തായിട്ട് ധാരാളം സ്റ്റോറേജ് സ്പേസുകൾ കൊടുത്തിരിക്കുന്നു. അപ്പോൾ ഇവിടെയൊക്കെ നമുക്ക് സെറ്റ് ഇടാനുള്ള സ്പേസ് ഈ ഒരു ഭാഗങ്ങളിലായിട്ടെല്ലാം നമുക്ക് കിട്ടുന്നുണ്ട്. നല്ല സ്പേസ് ഇവിടങ്ങളിൽ എത്രയുമായിട്ട് നമുക്ക് കിട്ടുകയാണ്. താഴത്ത് കണ്ട അതേ ടൈലുകൾ തന്നെയാണ് ഫ്ലോറിങ്ങിലും വരുന്നത്. ഇനി ഈ ഒരു ഭാഗം മുതലുള്ള ഡിസൈൻ നോക്കിയേ, ആ ഒരു സീലിംഗ് കൊള്ളാമല്ലേ, വെറൈറ്റി ഡിസൈൻ. ഇത് ടൈലാണെന്ന് തോന്നുന്നു കേട്ടോ, സംഗതി ടൈലല്ലേ. എന്തായാലും നല്ല ഭംഗിയുണ്ട് കേട്ടോ. സത്യം പറഞ്ഞാൽ ഈ മെറ്റീരിയൽ എന്താണെന്ന് എനിക്ക് മനസ്സിലായിട്ടില്ല. എന്തായാലും താഴത്തും അവരൊരു പരീക്ഷണ അടിസ്ഥാനത്തിലുള്ള പല മെറ്റീരിയൽസും യൂസ് ചെയ്തിട്ടുണ്ട്. എന്തായാലും നല്ല ഭംഗിയുണ്ട് സീലിംഗ് വർക്ക് കാണാൻ. അതേപോലെ തന്നെ ജിപ്സം ഡിസൈൻ വർക്കുകളും ഒക്കെ വളരെ ഭംഗിയായിട്ടും നീറ്റായിട്ടും ഒക്കെ തന്നെയാണ് ചെയ്തിരിക്കുന്നത്. വളരെ മനോഹരമായ രീതിയിൽ തന്നെയാണ് ഇൻറ്റീരിയർ സീലിംഗ് വർക്കുകളൊക്കെ ഇതിനകത്തായിട്ട് ചെയ്തിരിക്കുന്നത്. ഇനി നമുക്ക് കാണാൻ ആദ്യം ബാൽക്കണിയും കണ്ടാലോ. ഇവിടെയായിട്ടാണ് നമ്മളുടെ ബാൽക്കണിയുടെ സ്ഥാനം. ഇവിടെയായിട്ട് ജനാലകൾ 2 ഒറ്റപ്പാളികളുടെ ജനാല, ഇവിടെ 2 പാളികളുടെ ജനാല. ഇത് ബാൽക്കണിയിലേക്ക് തുറക്കുന്ന ജനാലകളാണ്. അപ്പോൾ നമുക്ക് ഈ ഒരു ഡോർ തുറന്നുകൊണ്ട് നമ്മുടെ ബാൽക്കണിയിലേക്ക് ഇറങ്ങാം. നല്ല സ്പേഷ്യസ് ആയ ബാൽക്കണി. താഴത്ത് നിങ്ങൾക്ക് സിറ്റ് ഔട്ടിന് സ്പേസ് പോരാ എന്ന് പരാതിയും പരിഭവവും ഉള്ള ആളുകൾക്ക് നല്ല വിശാലമായ ബാൽക്കണി സ്പേസ് ആണ് ഇവിടെ നമുക്ക് കിട്ടുന്നത്. പുറത്തു നിന്ന് നോക്കുമ്പോൾ നമ്മൾ കണ്ടല്ലേ പ്രൊജക്റ്റ് ചെയ്ത് നിൽക്കുന്ന ബാൽക്കണി, അത് ഈ ബാൽക്കണിയാണ്. ഇവിടെയായിട്ട് സ്ക്വയർ ട്യൂബിൻ്റെ ഡിസൈൻ വർക്ക് ഈ ഒരു ഭാഗത്തായിട്ട് നമുക്ക് കാണാൻ പറ്റും. ഇവിടെ നോക്കിയേ, നിങ്ങളുടെ റോഡിന് എന്തോരം വീതി ഉണ്ടോ നോക്കിയേ. അത് മാത്രമല്ല, വേറെ കാര്യം ഇവിടെ ഞാൻ പറഞ്ഞുതരാം. ഇതെന്തായാലും ഈ ലാൻഡ് ഇവിടെ വന്ന് അവസാനിക്കുന്ന ഈ ഭാഗം ഉണ്ടല്ലോ, ഇവിടെ എന്തായാലും വേറെ വീട്ടിലേക്കുള്ള ആക്സസോ അല്ലെങ്കിൽ അപ്പുറത്തേക്കുള്ള ആക്സസോ കിട്ടത്തില്ല. അപ്പോൾ ഈ ഒരു ഭാഗത്ത് നിങ്ങൾക്ക് അഡീഷണൽ വേറെ വണ്ടികളുണ്ടെങ്കിൽ ഈസി ആയിട്ട് ഇവിടെ പാർക്ക് ചെയ്യാൻ പറ്റും. സുഖമായിട്ടും വലിയ വാഹനങ്ങൾ നിങ്ങളുടെ വീടിൻ്റെ കോമ്പൗണ്ടിനുള്ളിലേക്ക് കടന്നു വരും. ഇവിടെയായിട്ട് പ്ലോട്ട്, അതായത് ഓപ്പോസിറ്റ് പ്ലോട്ടാണ് കിടക്കുന്നത്. എന്തായാലും ഉടൻ തന്നെ അവിടെ വീടുകൾ വരാൻ പോകുന്നതാണ്. കാരണം അപ്പുറത്തെല്ലാം വേറെ പ്രോജക്റ്റുകൾ വന്നിട്ടുണ്ട്. അവിടെയായിട്ടെല്ലാം അത് ഏകദേശം 6-7 വർഷം പഴക്കമുള്ള വീടാണ്. ഓൾറെഡി നമുക്ക് പണിത് വിറ്റ വീടാണ്. ഓൾറെഡി അവിടെയൊക്കെ താമസമുള്ളതാണ്. എന്തായാലും ഇതിൻ്റെ തൊട്ട് ഓപ്പോസിറ്റും വീടുകൾ വരും എന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവും നമുക്കില്ല. പിന്നെ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ നല്ലൊരു ടെക്സ്ചർ വർക്ക് ഈ ഒരു ഭിത്തിയിലായിട്ട് നമുക്ക് കാണാനായിട്ട് പറ്റും. ഇത് ഇൻഡോർ പ്ലാന്റ് ആണോ? അല്ല, ഇത് ഒറിജിനൽ പ്ലാന്റാണ്. ഞാൻ വിചാരിച്ചു ഇൻഡോർ പ്ലാന്റ് ആയിരിക്കുമെന്ന്. അതേപോലെ തന്നെ ഇവിടെ കൈവരികൾ നോക്കിയേ, സ്റ്റെയിൻലെസ് സ്റ്റീലിൻ്റെ സ്ക്വയർ ട്യൂബും ടഫ് ഗ്ലാസ്സുകളും വെച്ചിട്ടാണ് ഈ ഒരു കൈവരികളെയൊക്കെ ഇവർ സെറ്റ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ നമ്മൾ ബാൽക്കണി കണ്ടു കഴിഞ്ഞു. ഇനി നമുക്ക് മുകളിൽ 2 ബെഡ്റൂമുകളാണ് കണ്ടു തീർക്കേണ്ടത് അല്ലേ. താഴത്തെ 2 ബെഡ്റൂമുകൾ കണ്ടു, ഒന്ന് ചെറുതായിരുന്നു, ഒന്ന് വലുതാണ്. ഇനി മുകളിലത്തെ 2 ബെഡ്റൂമുകൾ എത്രത്തോളം ഉണ്ട്, അല്ലെ വലുതാണോ ചെറുതാണോ എന്നൊക്കെ നമുക്ക് കണ്ടറിയാം. ഈ കാണുന്ന ഡോർ തുറന്ന് നമുക്ക് ബെഡ്റൂമിലേക്ക് കയറാനായിട്ട് പറ്റും കേട്ടോ. അപ്പോൾ കൊള്ളാം അല്ലേ, നല്ല വലിപ്പമുണ്ട്. എന്തായാലും ഏകദേശം ഒരു 12-13 അധികം വലിപ്പമുണ്ടെന്ന് തോന്നുന്നുണ്ട്. കാഴ്ചയിൽ നല്ല സ്പേസ് ഉണ്ട് കാണാനായിട്ട്. ഇവിടെയായിട്ട് 3 പാളികളുടെ ഒരു ജനാല മാത്രമാണ് ഇവിടെ പ്ലേസ് ചെയ്തിരിക്കുന്നത്. അതേപോലെ തന്നെ ബെഡ് സ്വിച്ച് ഈ ഒരു ഭാഗത്തായിട്ടാണ് ബെഡ് സ്വിച്ചുകൾ കൊടുത്തിരിക്കുന്നത്. അത്യാവശ്യം വലിയ കട്ടിൽ തന്നെ നമുക്ക് വിടാൻ പറ്റും, വേറെ പ്രശ്നമൊന്നുമില്ല. ഇനി ഈ ഒരു ഭാഗത്തേക്ക് നോക്കിയാൽ നമ്മളുടെ വാർഡ്രോബാണ്. നമ്മളുടെ വാർഡ്രോബ് ഡിസൈൻ സെയിം തന്നെയാണ് കേട്ടോ. പക്ഷേ ആ ഒരു ക്രമീകരണം, ആ ഒരു ഡോറുകളൊക്കെ വ്യത്യാസമുണ്ട് കേട്ടോ. നല്ല സ്ഥല സൗകര്യത്തിലുള്ള വാർഡ്രോബിനെ തന്നെ ചെയ്തിട്ടുണ്ട്. വേറെ കാര്യം കണ്ടോ, ഡ്രസ്സിങ് മിററിനെ ഈ ഒരു സൈഡിൽ ഇവർ പ്ലേസ് ചെയ്തു. കാരണം കുറച്ച് സ്ഥലമുണ്ടെങ്കിൽ ആ സ്ഥലത്തേക്ക് മാക്സിമം ഉപയോഗപ്പെടുത്തണമല്ലോ. ഈ ഒരു സൈഡിലായിട്ടാണ് ഇവരെന്താ ചെയ്തത്, ഡ്രസ്സിങ് മിററിനെ പ്ലേസ് ചെയ്തിരിക്കുന്നത്. ഡ്രോ ഇങ്ങനെയും കൊടുത്തു. കൊള്ളാം അല്ലേ. ഇനി ഫ്ലോറിങ്ങിൻ്റെ ടൈലുകൾ നോക്കാം. സെയിം കളർ ടൈലുകൾ തന്നെയാണ്, വ്യത്യാസമൊന്നുമില്ല. ജിപ്സം സീലിംഗ് വർക്ക് തന്നെയാണ് ഇവിടെ സീലിങ്ങിനകത്ത് വരുന്നത്. വളരെ സിമ്പിളായിട്ടുള്ള നമ്മുടെ ഇംഗ്ലീഷ് ആൽഫബറ്റ് L ഷേപ്പിലാണ് ഡിസൈൻ ചെയ്തിരിക്കുന്നത്. വളരെ സിമ്പിളായിട്ട് സ്ട്രിപ്പ് ലൈറ്റുകളും സ്പോട്ട് ലൈറ്റുകളും ഒക്കെ വെച്ച് ചെയ്തിരിക്കുന്നു. വളരെ ഭംഗിയുള്ള രീതിയിൽ തന്നെയാണ് ഡിസൈൻ വർക്കുകൾ ചെയ്തിരിക്കുന്നത്. ഇനി ഇവിടെയാണ് നമ്മുടെ ബാത്റൂമും FRP ഡോസാണ് കൊടുത്തിരിക്കുന്നത്. ബാത്റൂമിനുള്ളിലേക്ക് കയറാം. അത്യാവശ്യം നല്ല വലുപ്പമുള്ള ബാത്റൂം. ലാസ്റ്റ് പോർഷനായിട്ട് ഫ്ലോർ മൗണ്ടായിട്ട് കൊടുത്തിരിക്കുന്ന ക്ലോസറ്റ് സെറ്റാണ്, സെറയുടെ ക്ലോസറ്റ് സെറ്റാണ് കൊടുത്തിരിക്കുന്നത് കേട്ടോ. നേരെ മുകളിലായിട്ട് ഹീറ്റർ, നല്ല ഗീസറിനുള്ള പോയിന്റ് നമുക്ക് കാണാനായിട്ട് പറ്റും. അതേപോലെ തന്നെ സീലിങ്ങിനകത്തായിട്ടാണ് ഇവർ എക്സോസ്റ്റ് ഫാനെ കൊടുത്തിരിക്കുന്നത്. എല്ലായിടത്തും അതേപോലെ തന്നെ ലൂക്കറിൻ്റെ എക്സോസ്റ്റ് ഫാനെ കൊടുത്തിരിക്കുന്നു. സെൻട്രലായിട്ട് ബാത്ത് ഏരിയ നമുക്ക് കാണാം. അതിന് പിന്നിലായിട്ട് ഇവിടെയായിട്ട് നമ്മളുടെ എയർ വെന്റിലേഷൻ വിൻഡോ നമുക്ക് കാണാൻ പറ്റും. ഈ ഫിറ്റിങ്സിൽ അല്പസ്വല്പം വ്യത്യാസമുണ്ട്. താഴത്ത് നമ്മൾ കണ്ട അത്രയും ലക്ഷറീസ് ആയിട്ടുള്ള ഫിറ്റിങ്സ് അല്ല ഇവിടെ ഉപയോഗിച്ചിരിക്കുന്നത്. ഇങ്ങനെ ഏറ്റവും വാഷ് ബേസിനാണ്, സെറയുടെ ബേസിനാണ്. ജസ്റ്റ് പണികളൊക്കെ കഴിയുന്നതേ ഉള്ളൂ, അതുകൊണ്ടാണ് പൊടിയൊക്കെ പിടിച്ച് കിടക്കുന്നത്. അപ്പോൾ ഇവിടെയായിട്ട്
മിററും LED ലൈറ്റും കൊടുത്തിട്ടുണ്ട്. ഗ്ലോസി ഫിനിഷുള്ള ടൈലുകളാണ്, ഗ്രേ കളർ ടൈലുകളാണ് ഈ ഒരു ബാത്റൂമിനകത്തായിട്ട് ഇവരിവിടെ ഉപയോഗിച്ചിരിക്കുന്നത്. അപ്പോൾ ഇനി നമുക്ക് കാണാനുള്ളത് 4ാമത്തെ ബെഡ്റൂമാണ് കേട്ടോ. അപ്പോൾ ഈ റൂമിൽ നിന്ന് നമ്മൾ നേരെ ഇറങ്ങിക്കഴിഞ്ഞാൽ നേരെ ഓപ്പോസിറ്റ് സൈഡിലായിട്ട് നമ്മൾ കാണുന്ന ഈ ഒരു ഡോർ തുറന്നു കഴിഞ്ഞാൽ നമ്മുടെ ലാസ്റ്റ് ബെഡ്റൂമിനുള്ളിലേക്ക് പ്രവേശിക്കാം. ഈ വീട്ടിലെ മാസ്റ്റർ ബെഡ്റൂം, ഏറ്റവും വലിയ ബെഡ്റൂം അത് ഇതാണ്. നോക്കിയേ, നല്ല വലിയ ബെഡ്റൂം. അപ്പോൾ ഇവിടെയായിട്ട് നോക്കിയാൽ 2 ഒറ്റപ്പാളികളുടെ ജനാലകൾ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ബെഡ് സ്പേസ് ഇങ്ങനെയായിട്ടാണ് നമ്മൾക്ക് ഇടാവുന്നത്. ഇവിടെ ബെഡ് സ്വിച്ചുകളെ കൊടുത്തിട്ടുണ്ട്. ഇവിടെയായിട്ട് 3 പാളികളുടെ ജനാല ഇവിടെ പ്ലേസ് ചെയ്തിരിക്കുന്നു. ഇവിടെയായിട്ട് നോക്കിയ വാർഡ്രോബ്, നല്ല വലിയ വാർഡ്രോബിനെ തന്നെയാണ് ഇവിടെയും പ്ലേസ് ചെയ്തിരിക്കുന്നത്. ഇവിടെയായിട്ടാണ് ഡ്രസ്സിംഗ് മിററിനെ കൊടുത്തിരിക്കുന്നത്. സൈഡിലായിട്ടൊക്കെ സ്റ്റോറേജ് സ്പേസ് നമുക്ക് ആ ഭാഗത്ത് നമുക്ക് കിട്ടുന്നുണ്ട്. അപ്പോൾ സൗകര്യങ്ങളുടെ കാര്യത്തിനകത്ത് യാതൊരു കുറവുമില്ല. ഫ്ലോറിങ്ങിൻ്റെ ടൈലുകളിലേക്ക് നമുക്ക് നോക്കാം. വലിയ ടൈലുകളെ തന്നെയാണ് ഇവിടെ ഫ്ലോറിങ്ങിനായിട്ട് ഇവരോട് കൊടുത്തിരിക്കുന്നത്. അതേപോലെ തന്നെ സീലിങ്ങിലേക്ക് നോക്കാം. നല്ല ജിപ്സം സീലിംഗ് വർക്കുകൾ ചെയ്തിരിക്കുന്നു. വളരെ സിമ്പിളായിട്ടുള്ള ഡിസൈൻ വർക്ക്, വളരെ മനോഹരമായ രീതിയിൽ തന്നെ ആ ഒരു സീലിംഗ് വർക്കിനെ ഇവർ ചെയ്തിരിക്കുന്നു. ഇനി ഇവിടെയായിട്ടാണ് ബാത്റൂമിൻ്റെ സ്ഥാനം. നമ്മൾ മുകളിലത്തെ 2 ബാത്റൂമുകളും അത്യാവശ്യം നല്ല വലിപ്പമുള്ള ബാത്റൂമുകളാണ്. ഇവിടെ കൊടുത്തിരിക്കുന്നത് എസ്കോയുടെ വാൾ മൗണ്ടഡായുള്ള ക്ലോസറ്റ് സെറ്റിനെയാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. നേരെ മുകളിലായിട്ടാണ് എയർ വെന്റിലേഷൻ വിൻഡോയും തൊട്ട് ചേർന്ന് തന്നെ ഹീറ്ററിനുള്ള പോയിന്റിനെ നമുക്ക് കാണാൻ പറ്റും. സീലിങ്ങിനകത്ത് കൊടുത്തിരിക്കുകയാണ് ലൂക്കറിന്റെ എക്സോസ്റ്റ് ഫാന്. അതിനോട് ചേർന്നുകൊണ്ട് ബാത്ത് ഏരിയ നമുക്ക് കാണാൻ പറ്റും. ചെറിയ ഒരു റെയിൻ ഷവറാണ് പ്ലേസ് ചെയ്തിരിക്കുന്നത്. മുകളിലത്തെ ബാത്റൂമുകൾക്കെല്ലാം ഇത്തരത്തിലുള്ള ഫിറ്റിംഗ്സ് ആണ് ഉപയോഗിച്ചിരിക്കുന്നത്. ലാസ്റ്റ് പോർഷനായിട്ട് വാഷ് ബേസിൻ ഏരിയ സെറയുടെ കൊടുത്തിരിക്കുന്നു. മിററും LED ലൈറ്റും പ്ലേസ് ചെയ്തിരിക്കുന്നു. അപ്പോൾ നമ്മളുടെ 4 ബെഡ്റൂമുകൾ നമ്മൾ കണ്ടു കഴിഞ്ഞു അല്ലേ. ഇനി നമുക്ക് കാണാൻ ഒരു സ്ഥലവും കൂടിയുണ്ട്, യൂട്ടിലിറ്റി സ്പേസ്. ഞാൻ താഴത്ത് വെച്ച് പറഞ്ഞിരുന്നു. അപ്പോൾ ഇവിടെ സ്റ്റെയർ കയറി വരുമ്പോൾ തന്നെ ഈ ഒരു ഭാഗത്തായിട്ട് ഈ ഒരു ഡോർ തുറന്ന് നേരെ നമ്മുടെ യൂട്ടിലിറ്റി സ്പേസിലേക്ക് വരികയാണ്. സത്യം പറഞ്ഞാൽ ഇതൊരു യൂട്ടിലിറ്റി സ്പേസ് അല്ല, ഒരു ചെറിയ റൂമാണ് കേട്ടോ, ഒരു കുഞ്ഞു റൂമാണ് കേട്ടോ. ഇവിടെ 2 പാളികളുടെ ജനാല കൊടുത്തിട്ടുണ്ട്. ഇത് സത്യം പറഞ്ഞാൽ കോൺക്രീറ്റ് ചെയ്തേക്കുന്ന സ്പേസ് ആണ്, ഷീറ്റ് ഇട്ട് എടുത്തേക്കുന്ന ഒരു യൂട്ടിലിറ്റി സ്പേസ് ഒന്നുമല്ല. ഇവിടെയായിട്ട് നമുക്ക് വാഷിംഗ് മെഷീൻ വെക്കാൻ പറ്റുന്ന ഒരു സ്പേസ് ഈ ഒരു ഭാഗത്തായിട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇവിടെ ഡോർ കൊടുത്തിട്ടുണ്ട്. ഈ ഒരു ഡോർ തുറന്നു കഴിഞ്ഞാൽ നമുക്ക് നേരെ ടെറസിലേക്ക് കയറാനായിട്ട് പറ്റും. ടെറസിലേക്കുള്ള എൻട്രൻസ് ആണ്. ഇവിടെയായിട്ട് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഷീറ്റ് വർക്കും കൂടെ വരും കേട്ടോ, ഈ ഒരു നമ്മുടെ പടികൾക്ക് മുകളിലായിട്ട്. അപ്പോൾ ഈ ഒരു സ്റ്റെയർ കയറി കഴിഞ്ഞാൽ നമുക്ക് നേരെ വീടിൻ്റെ ടെറസിലേക്ക് വരാം. ഇവിടേക്ക് വന്നു കഴിഞ്ഞാൽ ഇവിടെയായിട്ട് വലിയൊരു വാട്ടർ ടാങ്ക് ഈ ഒരു ഭാഗത്തായിട്ട് പ്ലേസ് ചെയ്തിരിക്കുക നമുക്ക് കാണാം. ഇവിടെ നോക്കി, ആകാശം ഒരു സൈഡ് ഇരുണ്ട് കൂടിയിട്ടുണ്ട്. ഏത് നിമിഷവും മഴ പെയ്യാം. പക്ഷേ കുറച്ച് ഭാഗത്ത് മാത്രമായിരിക്കും മഴ ഉണ്ടാകാനുള്ള സാധ്യത. കാരണം ആ കുറച്ച് ഭാഗത്ത് മാത്രമാണ് ആകാശം ഇങ്ങനെ ഇരുണ്ട് നിൽക്കുന്നത്. ബാക്കിയുള്ള ഭാഗത്തൊക്കെ നല്ല തെളിഞ്ഞ ആകാശമാണ് അല്ലേ. നോക്കിയേ, അവിടെയൊക്കെ ആ ഒരു ചുവപ്പണിഞ്ഞ് വരുന്നുണ്ട് ആ ഒരു ഭാഗമൊക്കെ അല്ലേ. നല്ല രസമുണ്ട് കാണാനായിട്ട്. പിന്നെ ഇവിടെ നോക്കിയേ, ഈ വീട് എന്തോരം ഉയർന്നു നിൽക്കുന്ന പ്രദേശമാണ് എന്നുള്ള കാര്യം ഇവിടെ നിന്നുള്ള വ്യൂ നിങ്ങൾക്ക് ഏകദേശം മനസ്സിലാക്കാൻ പറ്റുന്നുണ്ടായിരിക്കും അല്ലേ. നല്ല വ്യൂ അല്ലേ, നല്ല രസമുണ്ട്. നല്ല ഹൈറ്റിലായിട്ടാണ് ഈ വീട് നിൽക്കുന്നത്. തൊട്ടടുത്ത് തന്നെ എല്ലാവിധ സൗകര്യങ്ങളുമൊക്കെ നമുക്ക് കിട്ടുന്ന തരത്തിലുള്ളൊരു പ്ലേസാണത്. അതേപോലെ തന്നെ തൊട്ടടുത്ത് തന്നെ താമസം, ഒരുപാട് ആളുകൾ താമസിക്കുന്ന സ്ഥലത്തിലുള്ള ഒരു സ്ഥലവും കൂടെയാണ്. പിന്നെ ഇവിടെ വന്നു കഴിഞ്ഞാൽ ആ ഒരു ഷേപ്പ് ഡിസൈൻ ഇതാണ് കൊടുത്തേക്കുന്നത്. അപ്പോൾ ഇവിടെ ആയിട്ട് ഷിംഗിൾസ് ആണ് ഈ ഒരു ഭാഗത്തായിട്ട് കൊടുത്തിരിക്കുന്നത്. ഇവിടെ അത്യാവശ്യം സ്വിച്ച് പോയിൻ്റൊക്കെ ഈ ഒരു ഭാഗത്ത് കൊടുത്തിട്ടുണ്ട്. നിങ്ങൾ ഇനി എന്തെങ്കിലും പാർട്ടിയോ മറ്റു കാര്യങ്ങളോ ഒക്കെ ഇവിടെ വെച്ച് നടത്തുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അതിന് വേണ്ടിയിട്ട് എൻജോയ് ചെയ്യാനായിട്ട് സ്വിച്ച് പോയിൻ്റൊക്കെ അവിടെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ വീട് മുഴുവൻ കണ്ടു കഴിഞ്ഞു. ഇനി നമുക്കറിയേണ്ടത് എന്താണ്, ഈ വീടിൻ്റെ വില എന്താണ് എന്നുള്ളതാണ്. അപ്പോൾ ഈ വീടിന് അവർ ചോദിക്കുന്ന പ്രൈസിലേക്ക് പറയുന്നതിന് മുമ്പ് ചാനലൊന്ന് സപ്പോർട്ട് ചെയ്യും. നിങ്ങൾ ഒന്ന് ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഒന്ന് സബ്സ്ക്രൈബൊക്കെ ചെയ്യും. നിങ്ങളൊന്ന് സപ്പോർട്ട് ചെയ്യണേ. നമ്മൾ കുറച്ച് കാര്യങ്ങളൊക്കെ ചെയ്യട്ടെ, കുറച്ചുകൂടെയൊക്കെ നല്ല നല്ല ഡീലുകൾ നിങ്ങൾക്ക് കിട്ടണ്ടേ. അപ്പം തീർച്ചയായിട്ടും നിങ്ങളുടെ സപ്പോർട്ട് നമ്മൾക്ക് വളരെ അനിവാര്യമാണ്. അപ്പോൾ പ്രൈസിലേക്ക് വരാം. 95 ലക്ഷം രൂപയാണ് അവർ ചോദിക്കുന്നത് ഈ ഒരു വീടിന്. ഏകദേശം ഒരു 10, 15, 20 ലക്ഷം രൂപയെങ്കിലും, അല്ലെങ്കിൽ ഒരു 15 ലക്ഷം രൂപയെങ്കിലും ഡൗൺ പേയ്മെൻറ്റ് അടയ്ക്കാൻ നിങ്ങളുടെ കയ്യിലുണ്ട് എന്നുണ്ടെങ്കിൽ നമ്മൾക്ക് ഓൾമോസ്റ്റ് ഈ ഒരു വീട് നിങ്ങൾക്ക് സെറ്റ് ചെയ്ത് തരാനായിട്ട് പറ്റും. അപ്പോൾ ഏകദേശം അത്യാവശ്യം കുഴപ്പമില്ലാത്ത തരത്തിലുള്ള EMIസും മറ്റു കാര്യങ്ങളുമൊക്കെ നമുക്ക് സെറ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ പ്രൈസൊക്കെ നെഗോഷ്യബിളാണ്. അപ്പോൾ നമ്പർ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. ആ നമ്പർ എടുക്കാം, നിങ്ങൾ നേരെ വിളിക്കാം. നേരെ വന്നിട്ട് സ്ഥലം കാണണം, വീട് കാണണം, പണികൾ കാണണം, വിലയിരുത്തണം. എന്നിട്ട് മാത്രം നിങ്ങളുടെ ഡീലുകൾ ഉറപ്പാക്കണം. ബാർഗെയിൻ ചെയ്യാം, അതൊക്കെ നിങ്ങളുടെ മാത്രം ഉത്തരവാദിത്തമാണ്. അപ്പോൾ ഇതൊക്കെ ചെയ്തോളൂ. നല്ല നല്ല ഡീലുകൾ സ്വന്തമാക്കിയോളൂ. പിന്നെ വേറെ കാര്യമാണ്, ഇതേപോലെ നല്ല ഡീലുകൾ നിങ്ങളുടെ കയ്യിൽ വല്ലതും
ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ഒരുമിച്ച് മറ്റുള്ളവരിലേക്ക് എത്തിക്കാൻ നല്ല ഡീലുകൾ എല്ലാവരും കിട്ടട്ടെ. അപ്പോൾ ചാനലിനെ കോൺടാക്ട് ചെയ്യാം. ചാനലിനെ കോൺടാക്ട് ചെയ്യാനായിട്ട് 360stardeal@gmail.com എന്ന മെയിൽ ID ഉണ്ട്. 9048266360 എന്ന ചാനലിൻ്റെ നമ്പറുണ്ട്. ആ നമ്പറിലേക്ക് നിങ്ങൾക്ക് വിളിക്കുകയും ചെയ്യാം കേട്ടോ. അപ്പോൾ മറ്റേ നമ്പർ വ്യത്യസ്തമാണ്. ഈ വീട് വാങ്ങിക്കാനുള്ള നമ്പർ വേറെയാണ്. 9072131728 എന്നുള്ള നമ്പറാണ് അതിൻ്റെ നമ്പർ. അപ്പോൾ ആ നമ്പറിലേക്ക് വിളിച്ചു കഴിഞ്ഞാൽ ഈ വീടിൻ്റെ എല്ലാ ഡീറ്റെയിൽസും നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും. അപ്പോൾ കാര്യങ്ങളൊക്കെ ഇത്രയൊക്കെ തന്നെ. അടുത്ത ഒരു വീഡിയോ ആയിട്ട് നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. ബൈ.